ഒരാളുടെ ഐഹിക ജീവിതം എന്ന് പറയുന്നത് പ്രധാനമായും 5 ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറയാറുള്ളത് തുഫൂല എന്ന അറബിയിൽ പറയും, ഇംഗ്ലീഷിൽ പറയാറുണ്ട് ചൈൽഡ്ഹുഡ് എന്ന്, മലയാളത്തിൽ പറയാറുണ്ട് കുട്ടിക്കാലമെന്ന്. നന്നായി ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണോ. ഒരാളുടെ ഭൗതിക ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ തുഫൂല, കുട്ടിക്കാലം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരാൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം 6-7 വയസ്സാകുന്നവരെയുള്ള ഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലേക്ക് ഒരാൾ ജനിച്ചിട്ട് 6-7 വയസ്സാകുന്നവരെയുള്ള ഘട്ടം, അതാണ് കുട്ടിക്കാലം. നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സിൽ കുട്ടിക്കാലം ഈ പറയുന്ന ഒന്നാം ഘട്ടത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്താ കുട്ടിക്കാലത്തിന്റെ പ്രത്യേകത? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നൊരാൾ വെളിയിലേക്ക് വരുന്ന ആ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയാൻ, നിങ്ങളൊന്നും അറിയാത്തവരായിരുന്നുവെന്ന്. ലാ തഅലമൂന ശൈആ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ അങ്ങനെ നീച്ചെന്ന് ചോദിക്കും, എന്താ തട്ടിട്ടില്ലെങ്കിൽ തകരാറെന്നൊക്കെ ചോദിക്കൂലേ. അല്ലാഹു പറയാണ് ലാ തഅലമൂന ശൈആ. ഭൂമിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ മനുഷ്യരെ ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങളെന്ന് ഖുർആൻ. ഒന്നും അറിയില്ലല്ലോ, എല്ലതും അറിയും, ഒന്നും അറിയില്ല. പരസ്യത്തിൽ നിങ്ങൾ കാണാം, ചെറിയ ജനിച്ചു വീണ കുട്ടി അപ്പൊ തന്നെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ആക്കണം. അതൊക്കെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്, ആവും അറിയില്ല. ജനിച്ചു വീണ കുഞ്ഞിന് ഒന്നും അറിയില്ല എന്ന് ഖുർആൻ. ബാക്കി ഒന്നും. ജനിച്ചു വീണ ഒരു കുട്ടിക്ക് ഏറ്റവും അനിവാര്യമായ സംഗതി, ഭൂമിക്ക് ജനിച്ചൊരു കുട്ടിക്ക് ഏറ്റവും അനിവാര്യമായത് എന്താ? മൊബൈലാ, വാച്ചാ, മുലപ്പാലാണ്. ആ അമ്മിഞ്ഞപ്പാൽ എവിടെയായിരുന്നുവെന്ന് പോലും ആ കുട്ടിക്കറിയില്ല. നമ്മളൊക്കെ കഥ അങ്ങനെയുന്നു. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എവിടെയാണെന്ന് പോലും ഈ കുട്ടിക്കറിയുമായിരുന്നില്ല. അങ്ങനെ കരയാണ്. കരയുന്ന സമയത്ത് ഉമ്മ അവനെ എടുത്തിട്ട് മാറോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ മനസ്സിലായില്ല അമ്മിഞ്ഞപ്പാൽ എവിടെയാണെന്ന്. പ്രിയപ്പെട്ട തന്റെ മാതാവ് മുലക്കണ്ണിയെടുത്ത് വായിൽ വെച്ചു കൊടുത്തു. ലാ തഅലമൂന ശൈആ. അപ്പോഴും ഈ പൊട്ടനായ മനുഷ്യ കുഞ്ഞിനെ തിരിഞ്ഞില്ല, ഇവിടെയാണ് എനിക്ക് അമ്മിഞ്ഞപ്പാൽ കിട്ടുക എന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഈ മാതാവ് തന്റെ മുലക്കണ്ണിയെടുത്ത് അല്പം പാൽ ചുരത്തിയിട്ട് ചുണ്ടിലിങ്ങനെ ഒരുതി കൊടുത്തപ്പോഴാ ഇവന് മനസ്സിലായത് ഇതാണ് അമ്മിഞ്ഞപ്പാൽ എന്നപ്പോഴാണ് അവൻ മുലപ്പാൽ നുകരാൻ തുടങ്ങിയത്. ലാ തഅലമൂന ശൈആ. ഒന്നും അറിയുമായിരുന്നില്ല, ഒന്നും അറിയില്ല. ഇന്ന് ചില ആൾക്കാരെ ചോദ്യമൊക്കെ കേട്ടാല് ഓല് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ തന്നെ പോരുമ്പോ ഓല് വലിയ വലിയ ആൾക്കാരായി പോകുന്ന മാതിരി വർത്താനം. എന്നാൽ മനുഷ്യേതര ജീവജാലങ്ങളോ മനുഷ്യനല്ലാത്ത ജീവജാലങ്ങൾ ആ ഘട്ടത്തിൽ മനുഷ്യരെക്കാളും തന്റെ ഇടം കാണിച്ചവരാണ്. വീട്ടിൽ പശുവുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആടിനെ പോറ്റുന്ന ആളുകൾ. കൊറോണ കാലത്ത് ഉണ്ടായ ഒരു ഗുണം എന്താ? കുറെ മുസീബത്തുണ്ടായിന്. ഒരു ഗുണം എന്താന്ന് വെച്ചാല് കുറെ ആൾക്കാർ കോയിനെ പോറ്റാൻ തുടങ്ങി, ആടിനെ പോറ്റാൻ തുടങ്ങി, പശുവിനെ പോറ്റാൻ തുടങ്ങി എന്നുള്ളതാണ്. കൊറോണ പോയപ്പോ ഒക്കെ വിറ്റ് കാലിയാക്കിയണോന്ന് അറിയില്ല. മൃഗങ്ങൾ നമ്മുടെ ഇടയിൽ നല്ലതാണ്, മൃഗങ്ങൾ നമ്മുടെ ഇടയിൽ നല്ലതാന്ന് ഞാൻ പറയാൻ കാരണം അല്ലാഹുവിന്റെ അദാബിനെ തടഞ്ഞത്, അല്ലാഹുവിന്റെ അദാബ് തടഞ്ഞു നിർത്തപ്പെടാൻ കാരണമാകും. മൃഗങ്ങൾ വേണം, കുട്ടികൾ വേണം. ചില ആൾക്കാരുണ്ടല്ലോ, നാം 2 നമുക്ക് 2, 30 പോയിട്ട് 1 ഫാമിലി 1 ചൈൽഡ്, നാം 1 നമുക്കൊന്ന് എന്ന് ഇപ്പൊ വരാൻ പോണ എന്തറിയോ? നമ്മറുണ്ട് നമുക്ക് വേണ്ടെന്നാണ്. അതിന്റെ പുറമെ ഇപ്പൊ ചൈനയില് ആർട്ടിഫിഷ്യലായി, അതായത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പെണ്ണിനുണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. 26,000 റുപ്യ മുതൽ കിട്ടും പെണ്ണിന്.
ചൈനക്കാര് മാർക്കറ്റിൽ ഇറക്കാൻ പോവാണ്. ഒരേ ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ആത്മാവില്ല, വേറെ എല്ലാതും ചെയ്യുന്നു. ഞാൻ എപ്പോഴും ആ റിപ്പോർട്ട് ഇങ്ങനെ വായിച്ചപ്പോ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓർത്തു പോയി. ആത്മാവിനെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നു, ആത്മാവിന്റെ രഹസ്യം എന്തെന്ന് നബിയേ? ആത്മാവിന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണെന്ന് പറയണം നബിയേ. ആത്മാവിന്റെ രഹസ്യം ലോകാവസാനം വരെ മനുഷ്യർക്ക് അത് കണ്ടെത്താനും കഴിയൂല. ആ റിപ്പോർട്ടിൽ പറയാ ആത്മാവല്ലാത്തതെല്ലാം അതിലുണ്ട്, ആത്മാവ് കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിൽ മൃഗങ്ങളുള്ള ആളുകളുണ്ടാകും. ആട് പ്രസവിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആട് തന്റെ കുഞ്ഞിനെ നക്കി തുടക്കും. അപ്പൊ അതങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. അത് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയാൽ ആട്ടിൻകുട്ടി തന്റെ ചുണ്ട് കൊണ്ടുപോകുന്നത് തള്ളയാടിന്റെ അകടിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും തള്ളയാടില്ലെങ്കിൽ തള്ള പശു തന്റെ കുഞ്ഞിനെ അകടിലേക്ക് കൊണ്ടുപോയി തന്റെ കുഞ്ഞിന്റെ അകടിൽ മുലക്കണ്ണി വെച്ച് കൊടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലാ തഅലമൂന ശൈആ. മനുഷ്യരെ, നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു. എന്നാൽ ആട്ടിൻകുട്ടിക്ക് തന്റെ അമ്മയുടെ അകടിൽ അമ്മിച്ചപ്പാല് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തതാരാ? പശുക്കുട്ടിക്കാരാ തന്റെ അമ്മയുടെ അകടിൽ അമ്മിഞ്ഞപ്പാലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത്. പശുക്കുട്ടി ഡയറക്റ്റ് പോയിട്ട് കുടിച്ചതാണ് അല്ലേ? പശുണ്ടോ വീട്ടില്? പശുണ്ടോ? ആടുണ്ടല്ലേ? അപ്പൊ മനസ്സിലാവും. അൽഹംദുലില്ലാഹ്. ആട് വലിയ ബർക്കത്തുള്ള ജീവിയാ. നമ്മൾ പറയാ മൂത്രം മണക്കും, കാട്ടം മണക്കും എന്നൊക്കെ പറയില്ലേ? കാട്ടം മണക്കും. മഹാനായ കണ്ണിത്തുസാദ് മയ ഒരു നാട്ടിൽ ഇല്ലാതായപ്പോഴേ ആ നാട്ടുകാരോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു മയക്ക് വേണ്ടി ദ്വാരക്കണം. സാർ പറഞ്ഞു ഞാൻ ദ്വാരുന്നോളാം, പക്ഷെ നിങ്ങളെ വെച്ച് ദ്വാരുന്നാൽ ഉത്തരം കിട്ടൂല. ഞങ്ങൾ നാളെ വരുമ്പോ ആടിനും പശുവിനും പൂത്തിനും കോയിനെയൊക്കെ കൊണ്ടുവരണം. വയല് കഴിഞ്ഞതിന് ശേഷം ആ ആട് പോത്ത് പശുവിന്റെ ഇടയ്ക്ക് ഇറങ്ങി നിന്നിട്ട് ഒരൊറ്റ ദ്വാ, പഠിച്ചോനെ അള്ളാഹുവെ, കണ്ണിയത്ത് അഹമ്മദ് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ മൃഗങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. അതുകൊണ്ട് പഠിച്ചോനെ ഇജ്ജ് ഞങ്ങൾക്ക് വെള്ളം തരണം, മഴ തരണം. ദ്വാരന്ന് കഴിഞ്ഞില്ല, മഴ പെയ്തു. ആൾക്കാരോട് പറയാം, നിങ്ങളെ കൂട്ടി ദ്വാരന്ന ഉത്തരം കിട്ടുമെന്ന് തോന്നില്ല. കാരണം മനുഷ്യരുടെ തെറ്റുകൊണ്ടാണ്, പാപങ്ങൾ കൊണ്ടാണ് അള്ളാഹു മഴയെ തടഞ്ഞു വെക്കുന്നത്. ആട്ടിൻകുട്ടിയുടെ വിവരം പോലും മനുഷ്യന്റെ ഭൂമിയിലേക്ക് ജനിച്ചപാടെ ഉണ്ടായിരുന്നില്ല. പിന്നെയോ എല്ലാം മനുഷ്യൻ പിന്നെ പഠിച്ചെടുക്കുകയാണ്. ഒന്നും അറിയാത്തിടത്തുന്നവൻ അല്പാൽപമായി പഠിച്ചെടുക്കുകയാണ്. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഒന്നാമത്തെ ഘട്ടം. ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്തതിൽ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ 6 or 7 വയസ്സാകുന്നവരെ അത് കുട്ടിത്തമായിട്ടാണ് പരിഗണിക്കുന്നത്. കുട്ടിക്കാലത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്തു ചെയ്താലും പരിഗണിക്കപ്പെടാത്ത കാലഘട്ടമാണ്. അങ്ങനെ തന്നെയല്ലേ അല്ലേ? കാക്കാന്റെ പേരെന്താ? കരീം ക. ഒരു 1.5 വയസ്സുള്ള കുട്ടി, ഖൽബ് എന്നുള്ളതിന്റെ പരിഭാഷ അറിയോ നിങ്ങൾക്ക്? അറിയോ? ഒരു 1.5 വയസ്സുള്ള കുട്ടി, ഖൽബ് എന്ന അറബിയിൽ പറയുന്ന പദത്തിന്റെ പരിഭാഷ നമ്മളെ വിളിച്ചു നോക്കുക. നമ്മളോനെ അടിക്കുവോ? നമ്മളോനൊരു കുലിമാലുണ്ടാക്കുവോ? നമ്മളൊന്നിങ്ങനെ ചിരിക്കും. എന്താ അത്? കുട്ടിയല്ലേ എന്ന് പറയുന്നത്. കുട്ടിയല്ലേ, നമ്മളങ്ങനെ പറയാലോ. അങ്ങനെ പറയാം, അങ്ങനെ പറയാം. ഇനി 1.5 വയസ്സായ ഒരു കുട്ടി, 2 വയസ്സായ ഒരു കുട്ടി ഖൽബിന്റെ പരിഭാഷ വിളിച്ചു നോക്കുക. ഇയാള് 4 പൊട്ടിച്ചു കൊടുത്തു. എന്നാ നമ്മൾ തന്നെ പറയില്ലേ, അല്ലേ ചങ്ങായി നമുക്ക് വിവരല്ലേ, ആ കുട്ടിയല്ലേ എന്നല്ലേ പറയാ. അപ്പൊ ഈ കുട്ടിപ്രായത്തിൽ നമ്മൾ തന്നെ കുട്ടികൾ എന്ത് ചെയ്താലും പരിഗണിക്കൂല. അതേപോലെ തന്നെയാണ് രാജാതിരാജനായ അല്ലാഹു. കുട്ടിപ്രായത്തിൽ നമ്മൾ എന്തു ചെയ്താലും അല്ലാഹു തആല അത് വിഷയമാക്കുന്നില്ല. ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ ഒരു കുട്ടി അല്ലാഹു സൃഷ്ടിക്കൂല. എന്നാൽ ഒരു പൊന്നുമോൻ നന്മ ചെയ്താലോ
ആ നന്മയുടെ പ്രതിഫലം അല്ലാഹു തആല മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ എഴുതുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇതെന്റെ പൊന്നുമോനാണ്, ഞാൻ ഇവനെ ഉംറ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു നബിയേ, അവന് കൂലിയുണ്ടോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവൻ നല്ല കൂലി, അവൻ ചെയ്യുന്ന ഉംറയുടെ പ്രതിഫലം നിന്റെ അക്കൗണ്ടിലാ അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത് എന്ന് ആ ഉമ്മയോട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം. നല്ലോണം ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം. കുട്ടിക്കാലം കഴിഞ്ഞു പോയി. കുറെ മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വയലൊന്നുമല്ല, ശ്രദ്ധിക്കണം. ഓരോ പ്രായം എങ്ങനെ ഓലൊരു സിപ്പപ്പെങ്കിലും അധികം അടിച്ചു മാറ്റാൻ കഴിയുമോ പോലും നോക്കണം. അവരെ ഒരു ചോക്ലേറ്റ് എങ്കിലും അധികം കഴിക്കാൻ കഴിയുമോ, അതാണ് പ്രായം. ഞാൻ നേരെ മറിച്ച് നിങ്ങൾ ആരെങ്കിലും ആണ് ഇങ്ങനെ വർത്താനം പറയണമെങ്കിൽ കുഞ്ഞു ഉസ്താദ് ഇങ്ങനെ ഇരിക്കുവോ? ഏതാണ് ആചാരം? മുപ്പരോട് വിളിക്കുകയും മുപ്പരെന്താ അങ്ങനെ വർത്താനം പറഞ്ഞെന്ന് ചോദിക്കൂലേ വയലിന്റെ ഇടക്ക്? നമ്മൾ ആരെങ്കിലും എന്താ പറയണ്ടോ? ഇതന്നെ നമ്മുടെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞുപോയി. അല്ലാഹു തആല നമ്മൾ ആ കാലഘട്ടത്തിൽ ചെയ്തതൊന്നും റബ്ബ് പരിഗണിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്ന ഘട്ടമേതാ? അതിനാ നമ്മൾ കൗമാരപ്രായം എന്ന് പറയാറുള്ളത്. കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് 6-7 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നവരെയാണ്. ഇന്ത്യൻ നിയമപ്രകാരമുള്ള പ്രായപൂർത്തിയല്ല കേട്ടോ. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച പ്രായപൂർത്തിയാണതേതാ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച പ്രായപൂർത്തി ഒന്നുകിൽ 15 വയസ്സാവുക, അല്ലെങ്കിൽ പുരുഷനാണോ ഇന്ദ്രിയം സ്ഖലിക്കുക, സ്ത്രീയാണോ മെൻസസ് ആരംഭിക്കുക, അതോടുകൂടെ പ്രായപൂർത്തിയാവും. അപ്പോ രണ്ടാമത്തെ ഘട്ടമായി പരിഗണിക്കപ്പെടും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൗമാരപ്രായമാണ്. കൗമാരപ്രായത്തിന്റെയും അവസ്ഥ ഇതുതന്നെയാ എന്ന് പറഞ്ഞാൽ കുട്ടിത്തത്തെ പോലെ ആ പ്രായത്തിലും നമ്മൾ ചെയ്യുന്നത് കുറ്റങ്ങളൊന്നും അല്ലാഹു കുറ്റമായി പരിഗണിക്കുകയില്ല. അതിന്റെ പേരിൽ അല്ലാഹു നമ്മെ ശിക്ഷിക്കുകയില്ല. എന്നാൽ കുട്ടിപ്രായത്തെക്കാളും ചില പ്രാധാന്യമുണ്ട് കൗമാരത്തിനെന്താ? കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ഒരാളിലേക്ക് വന്നു ചേരുന്ന നിർബന്ധമായ കാര്യങ്ങളെല്ലാം അയാൾ പഠിച്ചെടുക്കേണ്ട പ്രായമാണത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് 7 വയസ്സായാൽ മുറുഹുലാദകും ബിസ്സലാ ഇദാ ബലഗു 7 സിനീൻ. നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ അവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ്. എന്നാൽ 10 വയസ്സായിട്ട് അവർ നിസ്കരിച്ചില്ലേ, ഫദരിബൂഹും അലൈഹാ, അതിന്റെ മേൽ അവരെ അധികാരമായി നിസ്കാരം ഉപേക്ഷിക്കുന്നത് കാരണമായി അവരെ അടിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ അടിക്കണം എന്ന് പറഞ്ഞാൽ കൊല്ലാൻ ഭാഗത്തിൽ അടിക്കണം എന്നല്ല, പേടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയ അടിയില്ലേ. പലപ്പോഴും അടിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് ഞാൻ നല്ലോണം തരാന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ നിർത്തലുണ്ടല്ലോ അല്ലേ? ഉസ്താമാർക്കൊക്കെ തിരിയും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ അടിക്കണം എന്ന് പ്രസംഗിച്ചാലും ചിലപ്പോൾ ജയിലിൽ കൊണ്ടുവരും. അതാ കാരണം ഞാൻ ഹദീസിന്റെ അർത്ഥം പറഞ്ഞതാണ്. ഇദാ ബലഗു 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അദബിന് വേണ്ടി അടിക്കണം. മാത്രല്ല അദബിനെ അടിച്ചാൽ ഒരു കുട്ടിയും പരാതി പറയില്ല. പറയാ ഇല്ല. ചില അടി അദബിനല്ലാന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടാ വിരോധം തീർക്കാൻ ചില ആൾക്കാരുണ്ട്. വാപ്പാരോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കണോ. വേറെ ചില ആളുകളുണ്ട് ഭാര്യനോടുള്ള ദേഷ്യം അമ്മോശനോട് തീർക്കണോ. ഇങ്ങനൊക്കെ ഉണ്ടല്ലോ. അങ്ങനൊക്കെ ആവുമ്പോൾ അത് പരാതിയായി മാറുക. അള്ളാന്റെ ഹബീബ് പറയാ 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലേ അവരെ അതിന്റെ മേൽ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. എന്താണത്? പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ഒരാളിൽ വന്നു ചേരുന്ന നിർബന്ധമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. റമദാനല്ലേ വരാൻ പോണത്. മക്കളോട് നോമ്പ് നോറ്റ് ശീലമാക്കണം അവരെ. ചില അമ്മമാരുണ്ട് വലിയ സ്നേഹോല് കാണിക്കാം. മോള് നോൽക്കണ്ട, മോൻ നോൽക്കണ്ട, ആയിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് കോഴിക്കോടിനടുത്ത്
കോട്ടുമൽ എന്ന് പറയുന്ന തരത്തെ വെള്ളിയാഴ്ച ഖുതുബക്ക് പോകാറുണ്ടായിരുന്നു. ഉമ്മമാരെ കേൾക്കണം, പരിശുദ്ധ റമദാന കടന്നു വരാൻ പോകുന്നത്. ഒരു റമദാനിന്റെ തൊട്ട് മുമ്പ് വെള്ളിയാഴ്ച റമദാനെ കുറിച്ച് ഞാൻ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ഒരാളിങ്ങനെ എന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് കൈ പിടിച്ചിട്ട് വിതുമ്പി കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഒറ്റ റമദാൻ നോമ്പുതിരെ നോറ്റിട്ടില്ല. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. എന്നോട് അയാൾ പറയാ, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല ഉസ്താദേ, ചെറുപ്പത്തിലല്ലേ അത് ശീലിക്കേണ്ടത്. ആ കാലത്ത് എന്റെ ഉമ്മ എന്നെ നോമ്പ് നോൽപ്പിച്ച് ശീലിപ്പിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ, ഞാൻ ഒറ്റ നോമ്പ് പോലും നോൽക്കാറില്ല. ഉമ്മ, പെങ്ങളെ, ഉപ്പ, കുട്ടിപ്രായം പോലെയല്ല കൗമാരപ്രായം. പ്രായപൂർത്തിയാകുന്നതോടുകൂടെ നിർബന്ധമാകുന്ന എല്ലാ കാര്യങ്ങളും അവരെ പരിശീലിപ്പിക്കേണ്ട കാലമാണത്. അതാണ് രണ്ടാമത്തെ ഘട്ടം. നമ്മുടെ പല ആളുകളുടെയും കൗമാരപ്രായം കഴിഞ്ഞു പോയല്ല. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ഘട്ടം യൗവനമെന്ന അതിന് നമ്മൾ പറയാറുള്ളത്. യൗവനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രായപൂർത്തിയായത് മുതൽ ഒരഭിപ്രായ പ്രകാരം 35 വയസ്സുവരെ എന്നാണ്, മറ്റൊരഭിപ്രായ പ്രകാരം 40 വയസ്സുവരെ എന്നാണ്. എന്തായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണോ? ഏതൊരു മനുഷ്യന്റെ ആഗ്രഹം എന്താ അറിയോ? ചെറുപ്പക്കാരനാവണം. അങ്ങനല്ലേ? 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 അല്ലേ? അജർ വരുന്നത് അമ്മദാജി അങ്ങനല്ലേ? ആ 25ാമത്തെ വയസ്സൊന്ന് തിരിച്ചു വന്നാൽ തിരക്കടില്ല എന്ന് തോന്നില്ലേ അമ്മദാജി? ആർക്കാ തോന്നാതിരിക്കാൻ? ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും മാർഗത്തിൽ യൗവനം വിൽക്കപ്പെടുന്നുണ്ട് എന്നറിഞ്ഞാൽ ഞാൻ പോയിട്ടത് വാങ്ങുമായിരുന്നുവെന്ന്. ലൈത്ത, നടക്കാത്ത കാര്യം പറയാൻ ലൈത്താന്ന് ഉപയോഗിക്കാം. അതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കാറുള്ള കിതാബുകളിൽ ഏകപ്പെടുത്താറുള്ള ഒരു പെയ്ത്താണത്. ലൈത്ത നടക്കൂലത്, പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞു. നിങ്ങളുണ്ടില്ലേ മുട്ടുവേദന വന്നിട്ട് എന്തൊക്കെ തൈല വാരി തേക്കണത് മാറി കിട്ടിയ തിരക്കടില്ല. ആ 25ാമത്തെ വയസ്സിൽ ഫുട്ബോൾ കളിച്ച അന്നുള്ള മുട്ടുംകാല് കിട്ടിയെങ്കിൽ മുട്ടുവേദന ഉണ്ടാവും. അല്ലാഹു തആല ആർക്കും തരാതിരിക്കട്ടെ. റബ്ബനാ നീയുള്ളവർക്ക് അത് ശിഫ നൽകണേ റബ്ബേ. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ഏത് മനുഷ്യന്റെ ആഗ്രഹം എന്താ പറയുക? ചെറുപ്പക്കാരനാവണമെന്നാണ്. അതുകൊണ്ടാണ് 35 വയസ്സ് വരെ മതി എന്നൊരു കൂട്ടർ, വേറെ കൂട്ടർ 35 പോലെ 40 ആയിക്കോട്ടെ, ചെറുപ്പക്കാരനാകണമെന്ന ആഗ്രഹം. അതുകൊണ്ടല്ലേ ചില ആളുകളുടെ മുഖത്തേക്ക് കവിളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അയാൾക്ക് 82 വയസ്സും 3 മാസം 4 ദിവസമായിട്ടുണ്ട്. മൂത്ത് നോക്കിയാ തലേക്ക് നോക്കിയാ തോന്നാ 18 വയസ്സും 2 മാസം 24 ദിവസം. എന്താണ്? ചെറുപ്പക്കാരനാവണം എന്ന് എല്ലാവരെയും ആഗ്രഹം. മൂന്നാമത്തെ ഘട്ടമതാ. അതുകൊണ്ടാണ് പ്രായപൂർത്തിയായത് മുതൽ 35 വയസ്സ് വരെ എന്നാണ് ഒരഭിപ്രായം. അതല്ല 40 വരെ ആണെന്ന മറ്റഭിപ്രായം. മൂന്നാമത്തെ ഘട്ടം ഇതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും 3ാം ഘട്ടത്തിലാണ് ഉള്ളത്. വേറെ ചില ആളുകൾ 3ാം ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്ക് കടന്നു. 4ാം ഘട്ടം ഏതാ? 4ാം ഘട്ടത്തിനാ നമ്മൾ പറയാറുള്ളത് മധ്യവയസ്കനാവുക എന്ന ഘട്ടമാണത്. 4ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് 40ാമത്തെ വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ പറയാറുള്ള മധ്യവയസ്കനാവുക എന്ന് പറയുന്ന കാലം. ഞാനൊക്കെ ആ കൂട്ടത്തിലാ. 44 കഴിഞ്ഞിട്ട് 45 ഇങ്ങനെ കിടക്കുകയാണ്. ഉസ്താദിന്റെ മേലെ താഴെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, താഴെയാണ്. അപ്പൊ ഉസ്താദ് ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലേ താഴെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലോ അല്ലാഹു തആല ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അതാണ് മധ്യവയസ്കനാവുക എന്ന് പറഞ്ഞാൽ. ഞാൻ തമാശയിൽ പറഞ്ഞ എന്തിനാ നിങ്ങൾ ഉറങ്ങാതിരിക്കണം, പക്ഷെ അതിന്റെ അകക്കാമ്പങ്ങൾ ശ്രദ്ധിക്കണേ. 60 വയസ്സ് വരെ മധ്യവയസ്കനാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന ഘട്ടം ഏതാണെന്നറിയാം. മധ്യവയസ്കനാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സ്ഥിതി അറിയോ? എല്ലാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും ശക്തി ഇങ്ങനെ കുറഞ്ഞു പോലെ, നാടി ഞരമ്പുകൾ തളർന്നു തുടങ്ങുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കണ്ണട വെച്ച് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ വഴുതു പറയുമ്പോൾ കണ്ണട വെക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം? കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങി. സ്റ്റൈലാക്കാൻ വെച്ചതല്ല, കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങിയത് കൊണ്ട് വെച്ചതാണ്. കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങി എന്താ? 40-ാമത്തെ വയസ്സാകുമ്പോൾ 40 കഴിയുന്നതോടുകൂടെ എല്ലാം ഇങ്ങനെ ഡൗൺ ആയി തുടങ്ങുകയാണ്. 60 വരെ അതാണ് അവസ്ഥ. 60 കഴിഞ്ഞാലോ? 60 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 5-ാമത്തെ ഘട്ടമാ. 5-ാമത്തെ ഘട്ടത്തിന് നമ്മൾ പറയാറുള്ളത് വാർദ്ധക്യമെന്നാ നമ്മൾ പറയാറുള്ളത്. വൃദ്ധനാവുക എന്ന് പറയും. വൃദ്ധനാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ എല്ലാ ശക്തിയും തളർന്നു പോവുകയാണ്. അങ്ങനെ പിന്നെ അങ്ങനെ തളർന്നു പോകാൻ തുടങ്ങും. കയറ്റം കിഴയാൽ വല്ലാത്ത കിതപ്പുണ്ടാവും. എല്ലാം അങ്ങനെ ക്ഷീണിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു 5 ഘട്ടമാ ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാനുള്ളത്. നന്നായി ശ്രദ്ധിക്കണോ എന്റെ ചെറുപ്പക്കാർ, നന്നായി ശ്രദ്ധിക്കണോ ചെറുപ്പക്കാരികൾ, നന്നായി ശ്രദ്ധിക്കണം. ഉപ്പമാരമ്മമാർ പറയുന്ന കാര്യങ്ങൾ നന്നായി ഒന്ന് ആലോചിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു 5 ഘട്ടം നമ്മളെ മുമ്പിലുള്ള ഈ 5 ഘട്ടത്തിന്റെയും സ്വഭാവം എന്താ? ഈ 5 ഘട്ടവും ഒന്നുകൂടെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവാൻ ഞാനൊരു കഥ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കഥ ഇഷ്ടാണോ? കഥ ഇഷ്ടാണോ? നിങ്ങൾ മുണ്ടില്ല, ഇഷ്ടാണോ? തീക്കുരിക്കാർക്ക്, നെട്ടൂരിക്കാർക്ക് കഥ ഇഷ്ടല്ലേ? ഇഷ്ടാണോ? ഇപ്പൊ കഥ പറയില്ല, അവിടുന്ന് ഓലും പറയണ്ട ഇഷ്ടാണ്. എന്നാ പിന്നെ ഓലും അടങ്ങിയിരുന്നെങ്കിലോ? മക്കൾക്കും കഥ ഇഷ്ടമാണ്. കഥ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. കഥ എന്ന് ഞാൻ പറഞ്ഞത് ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ്. അത് ശരിക്കും നിങ്ങൾ കേട്ടാല് ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്. ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണത്. മാത്രമല്ല 10 മണിക്ക് ശേഷം വഴുതു പറയുമ്പോൾ നല്ലതും കഥ പറയല, എന്നാലും ഉറങ്ങാതിരിക്കുമല്ലോ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ റബ്ബേ. ജീവിതത്തിന്റെ പല രീതിയിലുമുള്ള ചിത്രീകരണങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ശരിയല്ലേ? അള്ളാന്റെ ഹബീബ് പറയാ, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ 3 ലഹളാത്തിൻ, മനുഷ്യ ജീവിതം 3 സെക്കൻഡുകളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നെന്താ? 1 ലഹളത്തുൻ ഖലത്ത്, കഴിഞ്ഞു പോയ സെക്കൻഡാണ്. കഴിഞ്ഞുപോയ സെക്കൻഡ് ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഒന്ന് കഴിഞ്ഞു പോയ സെക്കൻഡ് അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയൂല. മറ്റൊന്ന് വലഹലത്തുൻ അത്തിയാ, കടന്നു വരാൻ പോകുന്ന സെക്കൻഡ്. ആ സെക്കൻഡിൽ നമ്പർ ഉണ്ടോ എന്നും പറയാൻ പറ്റൂല. മൂന്നാമത്തേത് ഏതാണെന്നറിയോ? വലഹലത്തുൻ അൻത ഫീഹാ, നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സെക്കൻഡ്. അള്ളാന്റെ ഹബീബ് പറയാ, കഴിഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റൂല, വരാനുള്ള സെക്കൻഡിൽ നമ്പർ ഉണ്ടോ എന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സെക്കൻഡുകളെ നന്നായി ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജീവിതത്തിന്റെ ഒരു ചിത്രീകരണം. നാല് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഏത് മാലിക് ബിൻ ദീനാറാ? കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന മാലിക് ബിൻ ദീനാറല്ല. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമാപാരങ്ങളിൽ നിന്ന് വൻകടൽ ചീറും, തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരെ അറിയില്ല. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരേ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവനത്തിൽ ചാരത്തടുത്തിടാം, ചുറ്റും പേടിക്കേണ്ട നമ്പുരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കുന്ന സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ള ഒരാശ്രയസ് ഉപേക്ഷിച്ചു ബദ്ധരായി നിൽക്കുമോ? ജാതി ജയിലിൽ എന്ന് ചോദിച്ചത് കുമാരനാശാന.
മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലേക്ക് പരിശുദ്ധ ദീനുമായി കടന്നു വന്ന മാലിക് ബിൻ ദീനാർ അല്ല. പിന്നെ താബിഈകളുടെ കൂട്ടത്തിൽ ഒരു മാലിക് ബിൻ ദീനാർ ഉണ്ട്. സൂഫിയ പരിത്യാഗിയ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, മനുഷ്യ നീ ആരാണെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അവ്വലുക നുത്ഫത്തുൻ മദിറ വആഖിറുക ജീഫത്തുൻ ഖദിറ വഅൻത ബൈനഹുമാ തഹ്മിലുൽ അദറ. നിന്റെ ആദ്യം എന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ടാൽ അറുപ്പ് പ്രകടിപ്പിക്കാറുള്ള ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നീ. നമ്മളൊക്കെ സ്ഥിതി ഏതാ? 45 കൊല്ലം മുമ്പ് ഞാൻ എന്റെ പിതാവിന്റെ ശരീരത്തിലെ ഇന്ദ്രിയത്തുള്ളിയാണ്. ഇന്ദ്രിയത്തുള്ളി, ഇന്ദ്രിയത്തിന്റെ സ്ഥിതി എന്താ? ആളുകൾ ഇന്ദ്രിയം കണ്ടാൽ ആളുകൾ കണ്ടാൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലടോ നീ. നിന്റെ അവസാനമെന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ശവമാണടോ നീ. ഞാൻ എപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു രംഗമുണ്ട്. ഒരു 10-18 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന മഹലിലൊരാള് ഗൾഫിൽ നിന്ന് മരിച്ചുപോയി. അയാൾ 2 ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരേണ്ട ആളാ. ഭാര്യ മക്കൾക്ക് വേണ്ടി സാധനങ്ങൾ നോക്കി ദുബൈ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. സാധനങ്ങൾ നോക്കി ഇറങ്ങിയപ്പോ വഴിയിലാണ് അയാൾ അറ്റാക്കായി വീഴുന്നത്. ഇവിടുന്ന് കൊണ്ടുപോയി മരണപ്പെട്ടു. തിരിച്ചു നാട്ടിലേക്ക് എത്താണ്. ഞാൻ ആ മയ്യിത്ത് കാണാൻ മയ്യിത്ത് നാട്ടിലേക്ക് എത്തിയപ്പോ ധാരാളം ആളുകൾ മയ്യിത്ത് കാണാൻ വേണ്ടി എന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും എന്റെ കാതുന്ന ശബ്ദം പോയിട്ടില്ല. ധാരാളം ആളുകളുണ്ട്. മയ്യിത്തയാരുടെ ഭാര്യ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാവർക്കും, ഭാര്യയുടെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ മയ്യിത്ത് കാണിച്ചു കൊടുക്കാം. വലിയ ജനാവലി ഉണ്ട് മയ്യിത്ത് കാണാൻ. മയ്യിത്ത് കാണിച്ചു കൊടുക്കുന്ന ആളുകൾ പറയാൻ വേഗം വേഗം വേഗം, സമയം കുറവാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റായ സമയത്ത് അതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇനി മയ്യിത്ത് കാണാൻ സാധിക്കാത്തവരെല്ലാം ക്ഷമിക്കണേ. അയാള് പറയാ, ഇദ്ദേഹത്തിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് കാണിച്ചു കൊടുക്കണോ? 25 മിനിറ്റിൽ കൂടുതൽ ഈ മയ്യിത്ത് വെക്കാൻ പറ്റൂല. ഇതിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുമെന്ന്. ആരുടെ ശരീരത്തെ കുറിച്ചാ പറയുന്നതെന്നറിയാ? പെങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ റൂഹങ്ങ് പോയാൽ പിന്നെ അതാ മണിക്കൂറുകൾ കഴിയുന്നതിനനുസരിച്ച് പിന്നെ അത് ദ്രവിച്ചു ചീഞ്ഞു നാറുന്ന ശവശരീരമായി മാറുകയാണ് നമ്മൾ. ക്ഷമിക്കണം, കാണാത്തവരൊക്കെ ക്ഷമിക്കണം. വാപ്പക്കും ഉമ്മക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയാ, ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വആഖിറുക ജീഫത്തുൻ ഖദിറ. അല്ലേ, ഇന്നത്തെ അധിക പെൺകുട്ടികളും കണ്ണെഴുതിയിട്ടാണ് നടക്കുക. കണ്ണെഴുതിയിട്ടാണ്. പെങ്ങളെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വആഖിറുക ജീഫത്തുൻ ഖദിറ വഅൻത ബൈനഹുമാ തഹ്മിലുൽ അദറ. അത് രണ്ടിന്റെയും ഇടക്ക് നിന്റെ പണി എന്താണെന്നറിയോ? നീ മലം ചുമന്ന് നടക്കുന്ന വാഹനമാണ് നീ. മലം ചുമന്ന് നടക്കാന്ന് പറഞ്ഞാല്, മലം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണം മലായിട്ട് പോവല്ലോ, ഒരു ശരീരത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കും. അങ്ങനെ ചുമന്ന് നടക്കാനോടോ നീ? നിനക്കെന്താ അഹങ്കരിക്കാൻ എന്താ അവകാശ? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, ജീവിതത്തെ ചിത്രീകരിച്ചതാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജീവിതത്തെ ചിത്രീകരിച്ച ഒരു കഥയാണ്. നേരത്തെ ഞാൻ രണ്ടും പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളാണ്. എന്നാ ഇനി പറയുന്നത് യാഥാർത്ഥ്യം തന്നെ, പക്ഷേ അത് സംഗതി യാഥാർത്ഥ്യമല്ല, ജീവിതത്തെ മനസ്സിലാക്കി തരാൻ ഒരു കഥാരൂപത്തിൽ പറഞ്ഞതാണ്. ഈ കഥയിൽ പറഞ്ഞ എന്താ നിങ്ങള്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കഥയിൽ പറയാം,
കഥയാണ്. നിങ്ങൾ ഹാഫ് ഉറക്കിൽ കേട്ടിട്ട് നാളെ പള്ളിക്കോലായ്മന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാന്ന് പറഞ്ഞുകൂടരുതേ. കഥയാണ്. അങ്ങനെ പണ്ടൊരാള് വയല് കേട്ടിട്ട് വയല് കേൾക്കാൻ പോയി. വയല് തുടങ്ങിയപാട് ഉറങ്ങിപ്പോയതാണ്. അന്ന് അയാൾ അമ്മക്ക് വയല് കേൾക്കാൻ വരാൻ പറ്റിയില്ല. അപ്പൊ ഉമ്മ വീട്ടിലെത്തിയപാടെ മോനോട് ചോദിച്ചു, മോനെ ഇയാള് ഈ വയലൊക്കെ ഉസ്താദ് ദ്വാരന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരാൾ എല്ലാവരും നീച്ചു പോയിട്ട് ഒരാളെ കസാലുമേൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇത് വയലിൽ കേട്ട അന്തപ്പിലിരുന്നതാന്നാ വിചാരിച്ചത്. പോയി നോക്കുമ്പോ ഇയാൾ ഉറങ്ങുക. ഇയാളെ വിളിച്ച് ഇയാൾ നീച്ച് വീട്ടിലൊക്കെ എത്തിയപാടെ അമ്മ ചോദിച്ചു, മോനെ വയലിൽ കഴിഞ്ഞു വെച്ചാൽ വയലിൽ കഴിഞ്ഞു. മോനെ എന്താന്ന് ഉസ്താദ് വയലിൽ പറഞ്ഞെന്ന് വെച്ചു. ഉമ്മാക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാണ്, കാര്യം പറയണ്ടമ്മ, ഉസ്താദ് പറഞ്ഞത് ബീഡി വലിക്കാൻ പാടില്ല. അപ്പൊ വയല് തുടങ്ങണ പഴയ കാലത്ത് അങ്ങനെയുള്ളൂ, വലിക്കും. അപ്പൊ ആരും ഇനി 2 മണിക്കൂർ നേരത്തേക്ക് ബീഡി വലിക്കരുത്, ഞാൻ വയല് പറയാൻ തുടങ്ങാണ് എന്ന് പറയുമ്പോ ഇയാൾ ഉറങ്ങിപ്പോയതാണ്. പിന്നെ നീച്ചത് വയല് കഴിഞ്ഞിട്ടാണ്. ഞാൻ പറയുന്നത് കഥയാണ് നീ പറയുന്നത്. പക്ഷേ ജീവിതത്തിന്റെ ചിത്രീകരണം. നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാ നിങ്ങൾ ഈ കഥ പറഞ്ഞത്? ജീവിതത്തെ കൃത്യമായിട്ട് ചിത്രീകരിച്ചിട്ട് എന്താ ഈ കഥയിൽ പറയുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് തോന്നി മനുഷ്യന് ആയുസ് കൊടുക്കണം. ആയുസ് കൊടുക്കണമെന്ന് തോന്നിയപ്പോ ദൈവം പല സൃഷ്ടിജാലങ്ങളെയും സമീപിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഥയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യന് ആയുസ് കൊടുക്കാനും കഴിയല്ലോ. എല്ലാത്തിനും കഴിയുന്ന ആൾക്കല്ലേ ദൈവം എന്ന് പറയാം. അപ്പൊ ദൈവം തീരുമാനിച്ചു മനുഷ്യന് കുറച്ച് ആയുസ് കൊടുക്കണം. അതിന് ഒരുപാട് ജീവജാലങ്ങളെ സമീപിച്ചിട്ട് ദൈവം അവരോടൊക്കെ ചോദിച്ചു, കുറച്ച് ആയുസ് തരൂ, ഞാൻ മനുഷ്യൻ എന്നൊരു സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് വയസ്സ് നിങ്ങൾ എടുത്തുനിന്ന് തരൂ, അയക്ക് കൊടുക്കാനാണ്. ദൈവം അങ്ങനെ പല ആളുകളെയും സമീപിച്ചു. സിംഹത്തെ സമീപിച്ചു, കടുവയെ സമീപിച്ചു, പുലിയെ സമീപിച്ചു. ഇവരൊക്കെ പറഞ്ഞു മനുഷ്യന് കൊടുക്കൂല, അവർ ഞങ്ങളുടെ ആജന്മ ശത്രുവാണ്. ദൈവം അങ്ങനെ ഉസ്താമാര് പിരിവിന് പോണ മൈരിയാണ്, പള്ളിക്കമ്മറ്റിക്കാര് പിരിവിന് പോണ മൈരിയാണ്. രാവിലെ മുതൽ ഇറങ്ങിയതാ, വൈകുന്നേരം വരെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഉണ്ടാവില്ല ഒരു നിരാശ അല്ലേ ആചാര്യ? ഒരു അമ്പതാജി ഒരു നിരാശ ഉണ്ടാവും. ദൈവം അങ്ങനെ പല സൃഷ്ടിജാലങ്ങളോട് ചോദിച്ചു, ആരും തരില്ല. അപ്പൊ ദൈവമാകെ നിരാശനായി ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ദൈവത്തിന്റെ അടുത്ത് കൂടെ ഒരു കുതിര ഇങ്ങനെ പോകണം. ദൈവത്തിന് തോന്നി, അതേ പറഞ്ഞ കഥയാണ്. ദൈവത്തിന് തോന്നി കുതിരയോടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ കുതിര ദൈവം ഇങ്ങനെ ഒരു ദുഃഖിതനായി ഇങ്ങനെ വിഷാദത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോ കുതിര ചോദിച്ചു, അല്ല ദൈവമേ എന്താ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കി, മനുഷ്യൻ എന്ന സൃഷ്ടി. അയാൾക്ക് അവര് കുറച്ച് ആയുസ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആരോട് ചോദിച്ചിട്ട് ആരും തരില്ല. അപ്പൊ ഈ ദൈവത്തിന്റെ ദയനീയത കണ്ടപ്പോ കുതിര പറഞ്ഞു, എന്നാ വിഷമിക്കണ്ട, ഒരു 30 വയസ്സ് ഞാൻ തരാം. അങ്ങനെ മനുഷ്യൻ ആദ്യത്തെ 30 വയസ്സ് കൊടുത്തതാരാ? മതാജി കുതിരയാണ് കൊടുത്തത്. കഥയാണേ. ആദ്യത്തെ 30 കൊടുത്തത് കുതിരയാണ്. അപ്പൊ ദൈവത്തിന് വലിയ പ്രതീക്ഷയായി. മൂപ്പര് നേരത്തെ ആരോട് ചോദിച്ചിട്ടും കിട്ടാത്തോണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ദുഃഖിതനായിരിക്കുമ്പോഴാണല്ലോ 30 കിട്ടിയത്. പള്ളിപ്പിരിവിന് പോയ മാതിരിയാ, മദ്രസന്റെ പിരിവിന്, ഉസ്താമാരെ ശമ്പളത്തിനൊക്കെ പോയ മാതിരിയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പിരിക്കാൻ നടത്തും. ഏത് വീട്ടിൽ കയറിയും പള്ളി, മദ്രസ, യതീംഖാന, ഇതന്നെ പണി. അങ്ങനെ കുറെ മനുഷ്യന്മാര് ചീത്ത കേട്ട് അവസാനം തീരുമാനിച്ചു, ഞമ്മക്ക് ഏതാ അറബിനെ കിട്ടുമെന്നൊക്കെ നോക്കാം, നമ്മൾ പിരിയല്ലേ, അമ്മദാജി നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, കുഞ്ഞമ്മാജി നിങ്ങൾ വീട്ടിൽ പോയിക്കോളി എന്നൊക്കെ പറയാൻ നിൽക്കുമ്പോഴാണ് അബൂക്കറാജി പറഞ്ഞല്ലേ, ലാസ്റ്റ് നമുക്ക് ഈ വീട്ടിലൊന്ന് കയറി വെക്കാം, ഇയാളൊരു നല്ല മനുഷ്യനാണ്. അങ്ങനെ ഒരു 3 ആളും കൂടി കയറിയപ്പോ എന്തോരു നല്ല മനുഷ്യൻ, പൊന്നുപോലെ സ്വീകരിക്കുന്നു. എന്തൊരു വിനയം. അവരെ കയറ്റി ഇരുത്തിപാട് ഇയാള് അകത്തേക്ക് പോവാ. അപ്പൊ ഇവര് പറഞ്ഞു, ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. എന്തെങ്കിലും കുടിക്കാതെ ഒരു സംസാരം ഇല്ല എന്നാ അയാള് പറഞ്ഞു. വീട്ടിന്റെ അകത്ത് പോയി നല്ല കോഫി ഉണ്ടാക്കി കൊണ്ടുവന്ന് ചായയും കോഫിയും കടിയൊക്കെ കൊടുത്ത്, എന്നിട്ട് പിന്നെ ചോദിച്ചു, എന്തിനെങ്കിലും വന്നതെന്ന് വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, നമ്മളിങ്ങനെ പള്ളിന്റെ പണിയൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് രാവിലെ തന്നെ ഇറങ്ങി നോക്കി, ആരെടുത്തൊന്നും ഒന്നും കിട്ടിയില്ല, എല്ലാരും ചീത്തേ പറഞ്ഞ്. അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ ലാസ്റ്റ് ഒന്ന് ഇവിടെ കയറിയതാണ്. അയാൾ ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതെ നേരെ അകത്ത് പോയി. അകത്ത് പോയപ്പോ ട്രഷറർ സെക്രട്ടറിനെ ചൂണ്ടിയിട്ട് പറയണേ, ഇവിടെ നിരാശയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അകത്തുനിന്ന് തിരിച്ചു വന്നിട്ട് ഒരു ചെക്ക് കൊടുത്തു പ്രസിഡന്റിന്റെ കയ്യിൽ. പ്രസിഡന്റാണ് കുറച്ച് വയസ്സുള്ള ആളും പ്രായമുള്ള ആളാണ്.
ഇപ്പൊ പ്രസിഡന്റ് ഇങ്ങനെ നോക്കിയിട്ട് 5 നെയ്തീന്, പിന്നെ മൂപ്പര സംശയം 4 പൂജാണോ 5 പൂജാണോ, അതിന്റെ ഇടക്ക് ഡോട്ട് ഉണ്ടോ എന്ന് മൂപ്പർക്ക് സംശയം. അപ്പൊ മൂപ്പർ ഇങ്ങനെ എത്ര നോക്കിയിട്ടും തിരിയില്ല. 50,000 5 ലക്ഷം എത്രയാണ് ഇപ്പൊ തന്നെ മൂപ്പര് നോക്കണം. 5 പൂജ ഉണ്ടോ, അല്ല അതിന്റെ ഇടക്ക് 2-3 പൂജ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഉണ്ടോ. അപ്പൊ സെക്രട്ടറിന്റെ കൈ കൊടുത്തു. സെക്രട്ടറി നല്ല ചെറുപ്പക്കാരനാണ്. മൂപ്പര് നോക്കിയിട്ട് പറഞ്ഞു, ഇവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പറഞ്ഞു 5 ലക്ഷമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് നിരാശപ്പെട്ടവർക്ക് അള്ളാഹു വൈകുന്നേരം കൊടുത്തൊരു സന്തോഷമാണ്. അപ്പോൾ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ വളരെ സന്തോഷത്തിൽ അത് വാങ്ങി പോരുന്ന സമയത്ത് പറയാണ്, സാരല്ല, ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരുണ്ടാവും, നാളെ വരണട്ടോ കുഞ്ഞമ്മദാജി നേരത്തെ തന്നെ എന്ന് പറഞ്ഞ പോലെ കുതിര 30 കൊടുത്തപ്പോ ദൈവത്തിന് തോന്നി അല്ലല്ലല്ല, ഇങ്ങനെയുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥരെ ഉണ്ടാവും. അങ്ങനെ ദൈവം വീണ്ടും പല സൃഷ്ടികളെയും സമീപിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഇങ്ങനെ സമീപിക്കുന്ന സമയത്താണ് അവയ്ക്കൊരു കഴുത ഇങ്ങനെ പോകുന്നുണ്ട്. കഴുതയെ കണ്ടപ്പോ ദൈവം പറഞ്ഞത്രേ, കഴുതയോട് ചോദിച്ചു, അല്ല, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, മനുഷ്യൻ എന്ന സൃഷ്ടി, അവനെ കുറച്ച് ആയുസ് കൊടുക്കണം, നീ വല്ലതും തരുമെന്ന് ചോദിച്ചു. പാവം കുതിര എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കഴുത ചോദിച്ചു, കുതിര എത്ര തന്നെന്ന് ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, കുതിര 30 തന്നു. അപ്പൊ കഴുത പറഞ്ഞു, എന്നാ ഞാനും തരാം ഒരു 30. അങ്ങനെയല്ലോ. അഹമ്മദാജി 5 ലക്ഷം കൊടുത്തെങ്കിൽ മുഹമ്മദാജു 50 തന്നെ. പോലെ നമ്മൾ ഭയങ്കര ചങ്ങായിമാരാ. അഹമ്മദാജ് എത്ര കൊടുക്കണേന്നാ കുഞ്ഞമ്മദാജി നോക്കിക്കണ്. അങ്ങനെയല്ലേ ചില സ്വതക്ക. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞതും ചില സ്വതക്ക രഹസ്യമായി പറഞ്ഞേക്കാളും നല്ലത് പരസ്യമായി പറയലാണ്. കുഞ്ഞമ്മദാജും ഇമ്പിച്ചാലിയാജും ഭയങ്കര ചങ്ങായിമാരാ. ഇമ്പിച്ചാലിയാജി എന്താണോ പറയണത് അതാണ് ആര് പറയാ? കുഞ്ഞമ്മദാജി പറയാം. എന്നാ അങ്ങനെയെങ്കിൽ ഇമ്പിച്ചാലിയാജി രഹസ്യമായി കൊടുക്കണേക്കാളും നല്ലത് ഒരു 50 ലക്ഷം ഞാൻ തരാന്ന് ഉറക്കെ പറയല. അപ്പൊ ആരെ ഇമ്പ് പറയും? മുഹമ്മദാജി 50 പറയും. അപ്പൊ ദീനിന്റെ ഗുണാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ. രാപ്പകലുകളിൽ രഹസ്യമായും പരസ്യമായും അല്ലാഹു കൊടുത്ത സമ്പത്ത് ചെലവഴിക്കുന്നവരെന്ന് ഖുർആൻ. ഏതായാലും ശരി, കഴുതയും പറഞ്ഞു ദൈവത്തോട്, ഞാനും തരാം ഒരു 30 കൂട്ടണം 30 സമം 60. നല്ല കണക്ക് തിരിയണ മക്കളാണല്ലോ. പഴയ കാലത്തെ മത്തിക്കച്ചവടക്കാരെ ഓർമ്മയത്. ഓരോരോട് ചോദിച്ചാൽ ടിക് 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 കാൽക്കുലേറ്റർ കൂട്ടേക്കാൾ സ്പീഡിൽ കൂട്ടൂല. ഇന്നത്തെ കുട്ടികളോട് വല്ല കണക്കും ചോദിച്ചാൽ, ഇവിടുത്തെ കുട്ടികൾ നല്ല മക്കൾ കിട്ടും. ഇന്നത്തെ കുട്ടികളോട് വല്ലതും ചോദിച്ചാൽ ഓല് പറയാ, അതെ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ല, മൊബൈൽ കിട്ടണം എന്നൊക്കെ പറയാം. കാരണം മനുഷ്യന്റെ ബുദ്ധി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലാഹു തആല നല്ല ബുദ്ധി നൽകട്ടെ. ആസന്നമായ പരീക്ഷയിൽ മക്കൾക്കൊക്കെ അല്ലാഹു ഉന്നതമായ വിജയം നൽകട്ടെ. 60 വയസ്സായി. ദൈവത്തിന് തോന്നി 60 പോരാ, അവൻ കുറച്ചുകൂടി ജീവിച്ചോട്ടെ. പക്ഷേ ഇന്നത്തെ മനുഷ്യന്മാരെ ഇന്ന് കണ്ടെങ്കിൽ ദൈവം പറഞ്ഞേനെ 30 കിട്ടിയപ്പോൾ മതി ഭരിക്കുക. കാരണം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ പണി? മഗ്‌രിബിന് ശേഷം പോയിട്ട് പോസ്റ്റ് മുതൽ ഇങ്ങനെ ഇരിക്കുക, ഇശാന്റെ ശേഷം പോയിട്ട് അങ്ങാടി കുത്തിരിക്കുക. എന്താ പണി? ഓന് രാവും പകലില്ലാതെ അങ്ങനെ ഒരു പരിപാടി ഇല്ലേ? ഇല്ലേ വാക്കബിസ? രാവും പകലും ഓന്റെ പണി തോണ്ടി തീർക്കുക. ദൈവം ഇന്നത്തെ മനുഷ്യരെ കണ്ടല്ല. ഈ കഥയിൽ പറയാണ്, ദൈവത്തിന് തോന്നി 60 പോരെ, കുറച്ചുകൂടി ജീവിക്കണം. ദൈവം വേറെ സൃഷ്ടിജാലങ്ങളോട് ആയുസ് തരുമെന്ന് ചോദിക്കാൻ വേണ്ടി പോണ സമയത്ത് അതിലൊരു നായ ഇങ്ങനെ പോകുന്നു. ദൈവം നായ ദൈവത്തെ കണ്ടപ്പാടെ തന്നെ വാലാട്ടി. നന്ദിയുള്ള ജീവിയുള്ള നായ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയവാണ് ചില സൂറത്തുകൾക്ക് അല്ലാഹു പേര് വെച്ചത് ചില സൃഷ്ടികളുടെ പേരാണ്. സൂറത്തുൻ നംൽ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ നംൽ ഉറുമ്പിന്റെ അധ്യായം, ഉറുമ്പിനെ കുറിച്ച്. സൂറത്തുൽ ബഖറ പശു അധ്യായം, സൂറത്തുൻ നഹൽ തേനീച്ച അധ്യായം. അതിലൊക്കെ മനുഷ്യന്മാർക്ക് പഠിക്കാനുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യന് പഠിക്കാൻ പറ്റുന്ന വലിയൊരു ചില പാഠങ്ങൾ നൽകുന്ന വലിയൊരു സൃഷ്ടിയാണ് നായ. എന്താ നായയിൽ നിന്ന് മനുഷ്യൻ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം? നന്ദി തന്നെ. മനുഷ്യന് തീരില്ലാത്തതല്ലേ. 90 ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് അവന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഇയാൾക്ക് 99 ഗുണം ചെയ്തു കൊടുത്തു. 100ാമത്തത് ചെയ്യണമെന്ന് കരുതിക്കുമ്പോഴാണ്
ഈ തെരഞ്ഞെടുപ്പ് മറ്റേതില്ല, എന്താ എന്താ അതിന് പറയലേ, പെരുമാറ്റച്ചട്ടം തോന്നു വരൂലേ, മെമ്പറാ? ഓ ശരിക്കും തിരിയൂ. 99 ഗുണം ചെയ്തിട്ട് 100ാമത്തത് ചെയ്യണോന്ന് വിചാരിക്കുമ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അപ്പൊ പെരുമാറ്റച്ചട്ടം വന്നു, പിന്നെ ചെയ്തെടുക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ആ ഇലക്ഷനിൽ അയാളുടെ ഏറ്റവും വലിയ ശത്രു ആരാധനയോ 99 ഗുണവും കിട്ടിയിട്ട് 100ാമത്തത് ചെയ്തെടുക്കാത്തതിന്റെ പേരിൽ അയാൾ ആക്ഷേപിച്ച ഏറ്റവും വലിയ ശത്രു അയാളായിരിക്കും. മൂപ്പരാ ചിരിക്കണ, മൂപ്പർക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നല്ല ഉണ്ടാവും. ഗുണം ചെയ്തോന മനുഷ്യൻ അല്ലാഹു തആല ഈ ജീവിയിൽ നിന്ന് പഠിപ്പിച്ച വലിയൊരു നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ അറിയും? എത്ര ചെറിയ ഗുണം ചെയ്താലും വലിയ നന്ദി കാണിക്കും നായ. ദൈവത്തിന് തോന്നി നായോടൊന്ന് പറഞ്ഞു നോക്കാം. നായെ വിളിച്ചിട്ട് നായോട് വിഷയം പറഞ്ഞപ്പോ നായ പറഞ്ഞത്രേ, ദൈവമേ അവരൊക്കെ എത്ര തന്നോന്ന് ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, കുതിര 30, കഴുത 30. അപ്പൊ നായക്ക് 30 കൊടുക്കണം എന്നാ പൂതി. മൂപ്പര് കുറെ ആലോചിച്ചു കിട്ടി, പിടുത്തം കിട്ടില്ല. അവസാനം പറഞ്ഞു, ദൈവമേ ഞാനൊരു 20 തരാം. എന്താ കാരണം വെച്ചാല് ഞാൻ ഈ ആളുകളുടെ ചവിട്ട്, ഏറ്, കുത്ത്, അടിയൊക്കെ കൊണ്ടിട്ടല്ലേ ജീവിക്കണേ. അപ്പൊ എനിക്കെന്നെ ആയുസ് കുറവാ, അതുകൊണ്ട് ഒരു 20 ഞാൻ തരാം. അങ്ങനെ 60 കൂട്ടണം 20 80. ഭയങ്കര ഉഷാറില്ല ഞങ്ങളെ കുട്ടികള്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ റബ്ബേ. 80 ദൈവത്തിന് തോന്നി പോരാന്ന്. ദൈവം വിചാരിച്ചു കുറച്ചുകൂടി ജീവിച്ചോട്ടെ. അങ്ങനെ മൂപ്പരെങ്ങനെ വേറെ എവിടെന്നെങ്കിലും കിട്ടുമോ ആയുസ് എന്ന് അറിയാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു കുരങ്ങനെ കാണുന്നത്. കുരങ്ങ് ഒരു മരത്തുനിന്ന് മറ്റേ ഒരു ചില്ലിയില്ലെന്ന് മറ്റേ ചില്ലി, ആ ചില്ലിന്ന് അടുത്ത മരം ഇങ്ങനെ ചാടിക്കളിക്കാണ്. ദൈവത്തെ കണ്ടപോലെ തന്നെ കുരങ്ങനെ മനസ്സിലായി ഇയാളിത് പിരിവിനാ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോ അങ്ങോട്ട് വരാനേ സമ്മതിച്ചില്ല. വിളിച്ചു പറഞ്ഞു, ദൈവമേ ബുദ്ധിമുട്ടായി വരണോന്നില്ല, ഒരു 10 എന്റെ വക എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. 90. അങ്ങനെ ചില ഗൾഫുകാരുണ്ട്, മദ്രസക്ക് ചെറിയ ആവശ്യമൊക്കെ ഉണ്ടെന്ന് ഉസ്താദ്മാരും കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞ, ഓ ആയിക്കോട്ടെ നിങ്ങൾ എന്നാ മറ്റന്നാളോട് പോരിന്നാണ്. മറ്റന്നാൾ പോയി നോക്കുമ്പോ തലേന്ന് പോയിന്നാ ഭാര്യ പറഞ്ഞേ. മറ്റന്നാളോട് പോരി. ഇവര് മറ്റന്നാൾ വലിയ പ്രതീക്ഷയിൽ പോയി നോക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇന്നലെ രാത്രി പോയല്ലോ. അല്ല ഞങ്ങളോട് മറ്റന്നാൾ വരീന്നാണല്ലോ പറഞ്ഞേ. ഓ അതെന്നാലും മാറിപ്പോയതായിരിക്കുമെന്ന് ഭാര്യന്റെ ഒരു ന്യായോ. 90. 80 + 10 = 90. ദൈവത്തിന് തോന്നി അപ്പുറം പോരാ, ചെങ്ങായിമാര് കുറച്ചുകൂടി ജീവിച്ചോട്ടെ. ദൈവം വേറെ ചില ശക്തിജാലങ്ങൾ അങ്ങനെ സമീപിക്കുമ്പോഴാണ് കൂമനെ കണ്ടത്. കൂമൻ ചില നാട്ടിൽ പറയാം, ചില നാട്ടിൽ മൂങ്ങാന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ബാക്കവിസ്ഥാനോട്. രാത്രി ഇങ്ങനെ അപ്പൊ നമ്മളമ്മാര് പറയല്ലോ, പഠിച്ചോനെ മോനെ ടോർച്ചെടുക്കടാ, എവിടുന്ന ഈ മൂളിനെ നോക്ക് കൂമൻ, നാളഞ്ഞപ്പാരാ മരിക്കാവോ. നമ്മള് പെണ്ണുങ്ങൾ പറയല്ലേ വീട്ടിൽ, ലോകത്ത് കൂമം മൂളിയിട്ട് ഒരാളും മരിച്ചിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മരിച്ചിട്ടില്ല എന്നാണ്. ലോകത്ത് കൂമൻ മൂളിയിട്ട് ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല. പകർച്ചവ്യാധിയില്ല. ലാ അദ്വ, പകർച്ചവ്യാധിയില്ല. കേൾക്കണം. ലാ അദ്വ, പകർച്ചവ്യാധി നിങ്ങൾ എന്നെ പിടിച്ചോണ്ടോ? ലാ അദ്വ മെമ്പറാണേ. ലാ അദ്വ, പകർച്ചവ്യാധി ഇല്ലേ ഇല്ല. എന്താണ് പൊട്ട മുസ്ലിയാരെ നിങ്ങൾ ഈ വഹല് പറഞ്ഞത്? 2 കൊല്ലം ലോകം കൊറോണയിൽ കടന്നു. കൊറോണയിൽ കടന്ന് പ്രയാസപ്പെട്ട അനുഭവം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ പറയുന്നത്? ഞാനല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ലാ അദ്വാ, ഒരു രോഗവും തനിയെ പകരൂല്ല അല്ലാഹുവിന്റെ ഖദാ ഇല്ലാതെ എന്ന് നബിയുനാ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹ് അത് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ മാരകമായ രോഗം പടർന്നു പിടിച്ചാൽ ആ നാട്ടിലുള്ളവർ പുറത്തു പോവുകയോ പുറത്തുള്ളവർ അകത്തേക്ക് വരികയോ ചെയ്യരുത്. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചുതരാം. മട്ടന്നൂരിനടുത്ത് ശിവപുരത്തൊരു പെണ്ണുങ്ങളെ, ആ പെണ്ണുങ്ങളുടെ ഭർത്താവ് കൊറോണ പിടിപെട്ട് മരിച്ചു എന്നല്ല, രൂക്ഷമായി കൊറോണ. ആ സമയത്ത് മുഴുവനും ഈ ഭർത്താവിനെ പരിചരിച്ചത് ഈ പെണ്ണുങ്ങളാണ്. ഈ സ്ത്രീയാണ്. ആദ്യം കണ്ണൂർ മിംസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി.
അദ്ദേഹത്തിന് ചലിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ടുപോയത് ഈ പെണ്ണുങ്ങളെ. കവറിട്ടിട്ട് മറ്റതിട്ടിട്ടൊന്നല്ല കൈക്ക്. ഈ പെണ്ണ് പറയാ, എന്റെ ഭർത്താവല്ല ഉസ്താദേ, മരിക്കുകയാണെങ്കിൽ ഞാൻ ഓരോ കൂടെ മരിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കണ്ണൂര് മിംസ് ഈ പെണ്ണുങ്ങളെ പരിശോധിച്ചു നോക്കി, നെഗറ്റീവ്. അവിടെ നിന്ന് ഇയാളുടെ അസുഖം മാറാത്തത് കൊണ്ട് കോഴിക്കോട് മിംസിലേക്ക് മാറ്റി. അവിടെയും പരിചരിച്ചത് ഈ സഹോദരി തന്നെ. കോഴിക്കോട് മിംസിലും ഈ പെണ്ണുങ്ങളെ പരിശോധിച്ചു നോക്കി, നെഗറ്റീവ്. അയാൾ മരണപ്പെട്ടു പോയി. അയാൾ മരിച്ചിട്ട് ഈ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുന്നതിന് മുമ്പ് പരിശോധിച്ചു നോക്കി, നെഗറ്റീവ്. ഞാൻ അനുഭവസ്ഥന. ഞാൻ കഴിഞ്ഞ നവംബറിൽ, അതിന്റെ 9 നവംബറിൽ ആക്കോട് ഇസ്ലാമിക് സെന്ററിൽ 3 യതീമായ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത്. 16-ാം തീയതി വിവാഹം, 18-ാം തീയതി എന്റെ യാത്ര. 17-ാം തീയതി ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക, നിങ്ങൾ ഖത്തർക്ക് പോയോ എന്ന് ചോദിച്ചു. തലേ ദിവസം ഈ കുട്ടികളുടെ കല്യാണത്തിൽ പങ്കെടുത്ത ആളാണ്. ഖത്തർക്ക് പോയോ? ഞാൻ പറഞ്ഞില്ല, നാളെയാണ് പോവാ. അപ്പൊ എന്നോട് എന്നാ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചാൽ എന്തേ? എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ വരുമ്പോ പനി ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ റിസൾട്ട് വന്നത് പോസിറ്റീവാണ്, കൊറോണയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അയാൾ എന്നോട് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അയാൾ മംഗളത്തിന് വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും നല്ലോണം ആലിംഗനം ചെയ്തതാണ്. സംഗതിക്ക് പേടിയായി പറയാലോ, നമ്മളിങ്ങനെ സംഗതി അങ്ങനെയല്ലോ. അപ്പൊ അങ്ങനെ പറ്റിയെന്ന് ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ 6 ദിവസം കഴിഞ്ഞ പരിശോധന. അന്ന് 15 ദിവസം ക്വാറന്റൈൻ. 6 ദിവസം കഴിഞ്ഞാൽ പരിശോധിക്കും. നെഗറ്റീവ് ആണെങ്കിൽ പുറത്തു പോയിട്ട് വീട്ടിന്റെ അകത്ത് താമസ സ്ഥലത്ത് ക്വാറന്റൈനിൽ നിൽക്കണം എന്നാണ് നിയമം. 6ാമത്തെ ദിവസം ഇത് മൂക്കിൽ കൊടുന്ന് കുത്തുമ്പോഴൊക്കെ എനിക്ക് ഉറപ്പാണ് എന്ത് സംഗതി, ഇത് പോസിറ്റീവ്. റിസൾട്ട് വന്നു നെഗറ്റീവ്. ഞാൻ പിടിച്ചുകൂട്ടിയാളാ, ആലിംഗനം ചെയ്താളാ. നമ്മളെ വിഷയം തന്നെ എന്താ അറിയോ? നമുക്ക് ഈ അള്ളാഹുവിലുള്ള ഈമാനൊക്കെ പോയിട്ട് ഈ ഡോക്ടർമാര് പറഞ്ഞില്ലാണ് നമ്മളെ ഈമാൻ. എത്ര പെണ്ണുങ്ങളാ എന്റെ പോലെ പ്രസവിക്കാൻ കാരണം? 4ാമത്തെ മാസം ഡോക്ടറെ കണ്ട് നോക്കിയിട്ട് പറഞ്ഞു, ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും. പിന്നെ ഇവളുടെ മനസ്സിലെന്താ അറിയോ? ഓപ്പറേഷൻ 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 ഓപ്പറേഷൻ. അപ്പൊ ഓപ്പറേഷൻ തന്നെ ആവുള്ളൂ. എന്റെ അടിമ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാനെന്ന് നബി അല്ലാഹു തആല പറയുന്നതായ ഒരു ഖുദ്സിയായ ഹദീസിൽ. അപ്പൊ എനിക്ക് ഓപ്പറേഷനാ, ഒന്ന് ഓപ്പറേഷനായ വേറുള്ളതൊക്കെ ഓപ്പറേഷൻ ആവുന്നല്ലേ നമ്മുടെ ധാരണ. ഇപ്പൊ അടുത്ത് തിരൂരിൽ ഒരു സഹോദരി പ്രസവിച്ചു. എല്ലാ ദിവസവും രാവിലെ ലൈവ് പ്രഭാത ദിക്റിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഓപ്പറേഷൻ ആദ്യത്തെ ഓപ്പറേഷനാന്ന് വിചാരിക്കാനെ പറയേ ചിന്തിക്കുകയും ചെയ്യരുത്. ദിക്റിൽ പങ്കെടുത്താൽ ദിക്റ് ചൊല്ലി, ദിക്റിനും യാസീനൊക്കെ ഒരു മഹത്തുണ്ടല്ലോ. പണ്ട് അങ്ങനല്ലേ, യാസീനോതി വെള്ളം കുടിക്കലാണ്. ഇപ്പൊ നമ്മള് വിറ്റാമിൻ കൂടി കുടിക്കണം. പണ്ട് തവക്കുലാക്കലാണ്, പണ്ട് തവക്കുൽ ചെയ്യലാണ്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ TV കണ്ടിരിക്കലാണ്. പണ്ട് നഫീസത്തുമാരെ ചെല്ലലാണ്, ഇപ്പൊ സിനിമയും സീരിയലും കാണലാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ഏതായാലും ഈ പെണ്ണ് അത്ഭുതകരമായി പ്രസവിച്ചു, സുഖപ്രസവം. ആദ്യത്തേത് ഡേഞ്ചറായ രീതിയിൽ ഓപ്പറേഷൻ, രണ്ടാമത്തേത് സുഖപ്രസവം. ഞാൻ എന്താ പറഞ്ഞത്, എന്തിനു പറഞ്ഞതാ? നമ്മുടെ മനസ്സാണ് ഇതിൽ പ്രധാനം. ലാ അദ്വാ, പകർച്ചവ്യാധിയില്ല. വലാ തീറത, പക്ഷിലക്ഷണമില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക, ഒരു കറുത്ത പൂച്ച ഒരൊറ്റ ഓട്ടം. ഓ, ഇന്നത്തെ ദിവസമൊക്കെ മുസീബത്താ. അപ്പൊ ഈ കറുത്ത പൂച്ചൊക്കെ ഓടണ്ടേ? കറുത്ത പൂച്ച ഇങ്ങനെ ഇറങ്ങാൻ കാത്തുന്നതല്ല, ഓടാൻ. ആ കറുത്ത പൂച്ചനെ വേറെ പൂച്ച പറിച്ചപ്പോ ഓടിയതാണ്. അത് അവിചാരിതമായി ഇങ്ങടെ ഇറങ്ങണ സമയത്തായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി എന്റെ എല്ലാ ദിവസവും നാശാണെന്നോ? ലാ അദ്വാ വലാ തീറത വലാ ഹാമത വലാ സഫറാ വലാ ഹാമത, കൂമൻ ലക്ഷണമില്ല. കൂമൻ മൂളിയാൽ ആള് മരിക്കുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് എന്റെ അമ്മമാരോടൊക്കെ ഞാൻ പറയാം, താത്താരോടൊക്കെ, നീ കൂമൻ മൂളിനിട്ട് ഞങ്ങള് പറയണം, മൂളടാ, നല്ല മൂള്.
എന്ന് പറയണം, ഒരാളും മരിക്കൂല. ഈ കൂമനെയാണ് അത്രേ ദൈവം കണ്ടത്. കൂമനെ കണ്ടപ്പോ ദൈവം ഈ വിഷയം പറഞ്ഞു, അല്ല കൂമ, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കി, നീ കുറച്ച് ആയുസ് തരുവിന്. പാവം കുതിരയും കഴുതയും നായക്ക് എന്നെ സഹായിച്ചു. അപ്പൊ കൂമൻ ചോദിച്ചു, ഓലക്ക് എത്ര തന്നെന്ന് വെച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, കുതിര 30, കഴുത 30, നായ 20, കുരങ്ങ് 10. അപ്പൊ കൂമന് നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യൻ തന്നെ, നല്ലൊരു സൃഷ്ടിയാണ്. അപ്പൊ കൂമന് തോന്നി, എന്നാ പിന്നെ കുതിരയും കഴുതയും കൊടുത്തത്ര കൊടുക്കാം. മൂപ്പര് പറഞ്ഞു, ഞാനും തരാം ഒരു 30. എത്രയായി? 90 + 30 സമം, അത് തെറ്റിപ്പോയോ? 120. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഓൾക്ക് ഉറക്കം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, കൂട്ടിന് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. 120 വയസ്സ് ദൈവത്തിന് തോന്നി മതി, കാരണം ഈ 120 കിട്ടാൻ തന്നെ ഇടങ്ങാറായി. എന്താണിത്? സത്യത്തിൽ മനുഷ്യന് ആയുസ് കൊടുത്തത് കുതിരയും കഴുതയും പട്ടായും അതേപോലെ കൂമനും കുരങ്ങുമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അതൊരു ചിത്രീകരണമാണ്. ആദ്യത്തെ 30 കുതിരയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആദ്യത്തെ 30 വയസ്സ് കുതിരയെ പോലെയാണ്. കുതിരന്റെ സ്വഭാവം എന്താ? പഴയ കാലത്ത് യുദ്ധത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നത് കുതിരയാണ്. കുതിര എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ശക്തിയുള്ള ജീവിയാണ്, നല്ല ശക്തിയുള്ള ജീവിയാണല്ലോ കുതിര. ഇപ്പൊ കുതിരയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 കുതിരയെ പോലെയാണ്. കുതിരയെ പോലെ എന്ന് പറഞ്ഞാൽ എന്തും വിചാരിച്ചതെന്തും സാധിച്ചെടുക്കാൻ കഴിയുന്ന കാലാണത്. അതല്ലേ നിങ്ങളെ കണ്ടിട്ടില്ലേ? ഈ 30 വയസ്സ് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രായല്ലേ, അതുപോലെ ഒരു കാലം നമുക്ക് പിന്നെ കിട്ടാറില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് പാർട്ടിക്ക് ഇൻകിലാബ് വിളിക്കുമ്പോഴും ആരാ അതിലുണ്ടാവുക? അതാ പാർട്ടിക്കാര്. ആരാ അതിലുണ്ടാവുക? മുപ്പരേതാ? പച്ച ചോപ്പോ അല്ലേ ശങ്കരവർഗോ? ഏതാ? പച്ചയാ? ആയിക്കോട്ടെ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ കണ്ടില്ലേ? ഏത് മാർച്ചിലും ചെറുപ്പക്കാരല്ലേ? എന്താ? ഇൻകുലാബ് ജിന്ദാബാദ്, ഇൻകുലാബ് ജിന്ദാബാദ്. രക്തം വേണോ രക്തം നൽകാം, രക്തം വേണോ രക്തം നൽകാം, ജീവൻ വേണോ ജീവൻ നൽകാം. എന്താ? എന്നാ കല്യാണം കഴിച്ച ഒരുത്തനാന്ന് വിചാരിക്കുക, ഓനെ ഇതിനൊന്നും കിട്ടൂലപ്പോ. ഇനി ഒരുത്തന് ജന്തയുടെ പണ്ട് പാർട്ടിയൊക്കെ ഉണ്ടാക്കി, പാർട്ടിയിൽ നല്ല പ്രവർത്തകനൊക്കെ അല്ല, എന്താ പന്നെ കാണാത്തെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം വന്നു തരും, ഇത് വെറുപ്പിക്കണ്ടെന്ന് എഴുതിയിട്ട്. പക്ഷെ അവൻ ഇൻകുലാബ് വിളിക്കുമ്പോ ഇൻകുലാബ് ജിന്ദാബാദ്, രക്തം വേണോ രക്തം നൽകാം, മറ്റവൻ വിളിച്ചു കൊടുക്കും. അപ്പം വിളിക്കില്ല. എന്റെ ഓനറിയാം, എന്റെ രക്തമായിട്ട് കൊടുത്താൽ എന്റെ ഓൾ ഒറ്റപ്പെട്ടു പോകും. ജീവൻ വേണോ ജീവൻ നൽകാം. എന്താ ഓനറിയാ? എന്റെ ജീവനായിട്ട് പോയ എന്റെ കുട്ടികളെ പള്ള നടക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് മൂപ്പർക്കറിയാം. എന്ന് പറഞ്ഞാൽ 30 വയസ്സിന്റെ ചുവടെയുള്ള ആ കാലം എന്തിനും തയ്യാറാകുന്ന കാലമാണ്. മേലോട്ട് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി. അത്ര ശക്തിയും ആരോഗ്യമുള്ളൊരു പ്രായം വേറെ ഇല്ലല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാരികളില്ലേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രായമില്ലേ? പെങ്ങളെ, എന്റെ പ്രിയമുള്ള കൊച്ചു സഹോദരാ, അതേപോലെ ഒരു സമയം ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടൂല. അത് നശിപ്പിച്ചു കളയല്ലേ എന്റെ സഹോദര, നശിപ്പിച്ചു കളയല്ലേ. ആ പ്രായമുള്ളല്ലോ 24ാമത്തെ വയസ്സിൽ നിങ്ങൾക്കുള്ള സൗകര്യം നിങ്ങൾക്കൊരിക്കലും 36ാം വയസ്സിൽ കിട്ടൂല. 24ാമത്തെ വയസ്സിൽ എന്താ? കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആരോഗ്യ, ആരോടും ബാധ്യതയില്ല, വല്ല ചിന്ത ഉണ്ടോ? ഒരു ചിന്തയുമില്ല, നല്ല ഫ്രീ ടൈമാ. റസൂലുള്ളാഹി പറഞ്ഞതെന്താ? നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ, മഖബൂലൻ ഫീഹിമാ കതീറും മിനന്നാസ്. ആ 2 അനുഗ്രഹങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാ. അസ്സിഖത്തു വൽ ഫറാ, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണെന്ന് റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹ് 24ാമത്തെ വയസ്സിൽ കാലിന്റെ ആരോഗ്യം. 60ാമത്തെ വയസ്സിൽ ഉണ്ടാവും അഹമ്മദാജി? ഉണ്ടോ?
ഇല്ല. ഞാനിതാ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ മുമ്പിലിരിക്കുന്ന വന്യവയോധികരായ പ്രായമുള്ള ആളുകളെ കാണിച്ച് അവരാ പറഞ്ഞത്, ഞാനല്ല ചോദിക്കു. നിങ്ങൾ 26-ാമത്തെ വയസ്സിന് നിങ്ങളുടെ കണ്ണിന്റെ മൂർച്ച ഒരിക്കലും 60-ാമത്തെ വയസ്സിലുണ്ടാവൂല. അതുകൊണ്ട് 24-ാമത്തെ വയസ്സിൽ പെങ്ങളെ, 18-ാമത്തെ വയസ്സിൽ കണ്ണിന് നല്ല കാഴ്ചയുള്ള സമയം. ആ സമയം മുഴുവൻ നമ്മൾ ഇങ്ങനെ വേണ്ടാത്തത് കണ്ട് കണ്ണിന് ആരോഗ്യമുള്ള എല്ലാ സമയവും നമ്മൾ ഹറാമ കണ്ടു തീർത്തതാ. കണ്ണിന്റെ കാഴ്ച അങ്ങനെ പോയിട്ടാവും ദ്വാരക്കണത്. പഠിച്ചോനെ, ഖുർആൻ ഒരു വട്ടം ഓതിയില്ലല്ലോ റബ്ബേ. കണ്ണിന്റെ കാഴ്ചയൊന്ന് താ അല്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഉംറ നിർവഹിക്കാനായി മക്കയിൽ പോയതാണ്. മക്കയിൽ ഉംറ നിർവഹിക്കാൻ ആളുകൾ കൂടെയുണ്ട്. തവാഫ് കഴിഞ്ഞിട്ട് ദുആക്ക് വേണ്ടി നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ പറയുന്നത്, ഉസ്താദേ, എന്റെ അയൽവാസിയുണ്ട്, 2 കണ്ണും നഷ്ടപ്പെട്ടു പോയ ആളാ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആളാ, അദ്ദേഹത്തിനൊന്ന് ദുആ ചെയ്യണമെന്ന്. ഉംറയൊക്കെ കഴിഞ്ഞ റൂമിലെത്തിയപ്പോഴാ ഇയാൾ എന്നോട് പറയുന്നത്, അയാളുടെ അയൽവാസിയായ സഹോദരി ഇയാൾ ഉംറക്ക് വരുമ്പോ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് അയാളെ. എന്താ വിഷയം എന്നറിയോ? ഇയാള് ദുബായിൽ ജോലി ചെയ്തിരുന്ന ആളാ. ഒരു കമ്പനിയിലായിരുന്നു ജോലി. എല്ലാ മാസവും 2 ലക്ഷം ഇന്ത്യയുടെ 2 ലക്ഷം ഉറുപ്പികയാണ് ഇയാളുടെ ശമ്പളം. ദുബായിലാണ് ഇയാളുടെ ജോലി. നല്ല ആരോഗ്യ ദൃഢഗാത്രന്. 32-ാമത്തെ വയസ്സിലാ. കേൾക്കണം എന്റെ ചെറുപ്പക്കാരെ, എന്റെ പെങ്ങളെ, കേൾക്കണം എന്റെ പെങ്ങളെ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കല്ലേ. 32-ാമത്തെ വയസ്സിലായി ചെറുപ്പക്കാരന് 2 കിഡ്നിക്ക് ചെറിയ തകരാറ് വരികയാ. കമ്പനിക്ക് ഇയാൾ പ്രധാനപ്പെട്ട ആള്. എന്താ, കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കും ഇയാള്. അതുകൊണ്ട് കമ്പനിക്ക് ഇയാളോട് വലിയ എല്ലാ സൗകര്യവും ഇയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 32-ാമത്തെ വയസ്സിൽ ഇയാൾക്ക് കിഡ്നിക്ക് ചെറിയ തകരാറ് വന്നപ്പോ കമ്പനി അയാളെ നാട്ടിലേക്ക് അയച്ചു. ഫുള്ള് ചെലവും കമ്പനി അടുത്തതിനാ ചികിത്സിച്ചു വരാൻ. അയാൾ ചികിത്സിച്ച് സുഖപ്പെട്ട് തിരിച്ച് ദുബായിലേക്ക് തന്നെ പോയി. വീണ്ടും അയാൾ ജോലിയിൽ കയറി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്റെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോകുന്നത്. വയസ്സെത്രയാണെന്നറിയോ? 32 പ്രായം. 2 കണ്ണിന്റെയും കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാ. എന്നിട്ട് ഇയാൾ പറയാണ്, ഇയാളുടെ ഭാര്യ ഈ സുഹൃത്തിനോട് എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുഹൃത്തിനോട് ഇയാളുടെ ഭാര്യ പറയാണത്രേ, ഭർത്താവ് എല്ലാ ദിവസവും തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുമത്രേ. ഇപ്പൊ 2 കണ്ണിയും നഷ്ടപ്പെട്ടു. 2 കണ്ണിന്റെയും കാഴ്ച പോയി. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്ക് എങ്ങനെ അറിയോ? എഴുന്നേറ്റിട്ട് ആരെയും ശല്യപ്പെടുത്താതെ റൂമിലെ ചുമരലുകൾ ഇങ്ങനെ തപ്പി പിടിച്ചു പോയിട്ട് വുദു എടുത്ത് വരും, ബാത്റൂമിൽ പോയി. എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. വീട്ടിന്റെ അകത്തുനിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നാർ, ഈ പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്കിന്റെ ഈ വിളി കേൾക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുമത്രേ, അല്ലാഹ്, എന്റെ കണ്ണിനൊരൽപ്പം കാഴ്ച താ റബ്ബേ. അല്ലാഹ്, ദുബായിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ബാങ്കൊലി ഞാൻ എത്രയോ തവണ കേട്ടിട്ട് എന്റെ റൂമിന്റെ അടുത്തുള്ള പള്ളിയിൽ ഞാൻ പോയില്ല. ഞാൻ ചെയ്തത് അപരാധമാണ് റബ്ബേ. റബ്ബന, അതുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച ഒരു ചെറിയ കാഴ്ച റബ്ബേ. ജമാഅത്തിനൊന്ന് പള്ളിയിൽ പോകാനാണ് അല്ലാഹ്. ഇത് പറഞ്ഞു കരയുമത്രേ. വീട്ടിന്റെ അകത്ത് വെച്ച് തന്നെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് പറയുമത്രേ, മുസ്ഹഫ് എടുത്തതാ, ഖുർആൻ എടുത്തതാ. ഭാര്യ ഖുർആൻ എടുത്തു കൊടുത്താൽ ഖുർആൻ തന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ച്, മുഖത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ ഖുർആൻ തുരുതുരാ ചുംബനമർപ്പിച്ച് ഖുർആൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമത്രേ, അല്ലാഹ്, 32 വയസ്സിനിടക്ക് ഞാൻ 100 കണക്കിന് സിനിമ കണ്ട് തീർത്തു റബ്ബേ. നീ തന്ന കണ്ണിന്റെ കാഴ്ച കൊണ്ട് ഒരൊറ്റ തവണ പോലും എനിക്ക് ഖുർആൻ ഓതാൻ പറ്റിയില്ല. ഞാനത് ചെയ്തില്ല. അല്ലാഹുവേ, നാളെ മഹ്ശറിൽ വന്നിട്ടടാ നീ ഞാൻ തന്ന കണ്ണുകൊണ്ട് എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയാനാ റബ്ബേ? അതുകൊണ്ട്
ഒരു ചെറിയ കാഴ്ചതാ എനിക്ക് ജോലി ചെയ്യണ്ട എനിക്ക് അല്ലാ ഞാൻ ഖുർആൻ എടുക്കും എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ട ഖുർആൻ ഓതി കഴിഞ്ഞാൽ നീ എന്റെ കാഴ്ച തിരിച്ചെടുക്കുകയും ചെയ്തു റബ്ബേ ഇത് പറഞ്ഞിട്ട് ഇയാൾ കരയുമത്രേ പ്രിയമുള്ള ഉമ്മ ഉപ്പ ഇക്ക ഇത്ത നഷ്ടപ്പെട്ട കണ്ണിന്റെ കാഴ്ച എവിടുന്ന് തിരിച്ചു കിട്ടാനാ 30 വയസ്സിന്റെ താഴെയുള്ള കാലല്ലേ തിരിച്ചു വരൂല അതൊരു വല്ലാത്ത കാലാണ് ആ കാലത്തിന്റെ പ്രത്യേകത എന്തെന്ന് തിരിയണോ അതിന് ശേഷമുള്ള കാലത്തിന്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കിയാൽ മതി എന്റെ ശേഷമുള്ള കാലം നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാലത്തിന്റെ പ്രത്യേകത എന്താന്ന് കൃത്യമായി മനസ്സിലാവും അതുകൊണ്ട് ചില കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് തലയിൽ തട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ താറ ചില കുട്ടികൾ ചോദിക്കണ്ട എന്താ ഇപ്പൊ ജീൻസും കുപ്പായും ആൺകുട്ടികളെ മാതിരി പെട്ടാൽ എന്താ തകരാറ് ചോദിക്കണേന് തകരാറൊന്നുമില്ല അല്ലാഹു തആല പറഞ്ഞ ചില നിയമവ്യവസ്ഥകളാ റബ്ബനെ അനുസരണ ഉള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ ഞാൻ എന്നോട് പറയും ഈ 22ാമത്തെ വയസ്സിൽ കാലിലുള്ള ഒരു സ്വാധീനം ഉണ്ടല്ലോ ഒരിക്കലും 62ാമത്തെ വയസ്സിൽ ഉണ്ടാവൂലേ അതുകൊണ്ട് 22ാമത്തെ വയസ്സിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് 62ാമത്തെ വയസ്സിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല 60 ആവട്ടെ നന്നാവാം ശരിയാ നന്നാവാന്ന് തീരുമാനിച്ച അന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ടൈമീസ് ഒക്കെ തിരിച്ചു വെച്ചാ മൂപ്പര് സമയത്ത് അടിക്കുമല്ലോ അല്ലേ സമയത്തടിക്കും ചില ആളുകളുടെ അടിച്ചാൽ പിന്നൊന്ന് ഓഫാക്കിയിട്ട് വീഡിയോ നടക്കും ടൈം പീസ് സമയത്തടിക്കും അടിച്ചു മൂപ്പര് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി തഹജ്ജുദ് നിസ്കാരം തുടങ്ങാന്ന് കരുതി നീച്ചതാ തല കറങ്ങിയിട്ട് വീണു 62ാമത്തെ വയസ്സിൽ തഹജ്ജുദ് തുടങ്ങാന്ന് വിചാരിച്ചാലുള്ള അവസ്ഥ ഏതാണ് 22ാമത്തെ വയസ്സാണെങ്കിലോ ഓൻ എന്ത് വിചാരിച്ചാലും നടക്കും 5 ദിവസം ഉറങ്ങിയിട്ടെങ്കിലും തിരക്കിടില്ല പിന്നെ ഈ നല്ല ആരോഗ്യമുള്ള സമയമൊക്കെ ഓൻ കൊടുത്തത് ആർക്കാ മെസ്സിക്ക ഓന്റെ പണി എന്താ മെസ്സി ഗോൾ അടിക്കണമാതിരി എങ്ങനെ അടിക്ക ഇതാണ് ഓൻ എങ്ങനെ പരിശീലിക്കണം 22ാമത്തെ വയസ്സിന് ഓന് പിന്നെ മറ്റേ ഗാംഗുലി എങ്ങനെ 6 എടുത്തത് അല്ലാഹു തആല നല്ല കാലം ഇങ്ങനെ കളി ഈ കാലം ഇങ്ങനെ നശിപ്പിക്കുക തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ടർഫ് ഉണ്ടോ ഇവിടെ മെമ്പർ ഇല്ലല്ലേ ആ മുസീബത്ത് ഈ നാട്ടിൽ വരാതിരിക്കട്ടെ ആ മുസീബത്ത് പഞ്ചായത്ത് കൊണ്ടുവരോ ആ മുസീബത്ത് അല്ലാഹു ഈ നാട്ടിൽ വരുത്താതിരിക്കട്ടെ വലിയ മുസീബത്താ എന്താ ഞാൻ പറഞ്ഞേ മഗ്രിബിന്റെ ശേഷമുള്ള നല്ല സമയം കളിച്ച് കളയാ ഇശാന്റെ ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി 12 മണിക്ക് 12 മണി സമയം എന്ന് പറഞ്ഞാൽ എന്താ പറയാ അർദ്ധരാത്രി 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വരുന്ന സമയമാണ് ഇറങ്ങി വരുന്ന അടിമയോട് പടച്ച റബ്ബ് അടുക്കണ സമയം എന്നിട്ട് അല്ലാഹു പറയും ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ല എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്ന ആരെങ്കിലും ഞാൻ പൊറുത്തരാ ഹൽ മിൻ താഇബിൻ ഫഅതൂബു അലൈഹി എന്നോട് തൗബ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ അവർക്ക് ഞാൻ അവരുടെ തൗബ സ്വീകരിക്കാം ആരെങ്കിലും എന്നോട് ദുആ ചെയ്യാൻ തയ്യാറുള്ളവരുടെ ദുആക്ക് ഞാൻ ഉത്തരം തരാം ഇത് അല്ലാഹ് പറഞ്ഞ സമയത്ത് നമ്മുടെ കുട്ടികളെ പണി എന്താ അറിയോ ടർഫിന്റെ ഉള്ളിൽ നിന്ന് 30 വയസ്സിന്റെ ചോടുള്ള ഓന്റെ ജീവിതം എടുത്തു നോക്കിയാ കുറെ 6 കുറെ ഗോൾ കുറെ കൂക്കല് കുറെ നായാട്ട് കുറെ അനർത്ഥങ്ങൾ കുറെ വാട്സപ്പുകൾ കുറെ ചാറ്റിങ്ങുകൾ ഇല്ലേ ഇത് അള്ളാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണ്ടേ അല്ലാഹുവിന്റെ മുമ്പിലല്ല വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ ഇമാമുമാർ ഓതാറുള്ള ആയത്തില്ലേ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എടാ നീ എൻ്റെ അടുത്തേക്ക് വരും ഇന്ന ഇലൈനാ ഇയാബഹും വരും നീ ഏത് വിചാരണയില്ലെന്ന് നീ പറഞ്ഞാലുമടാ നിന്റെ അടുത്തേക്ക് നീ വരും അന്ന് ഞാൻ നിന്നെ വിചാരണ ചെയ്യുമെന്ന് അതുകൊണ്ട് ഈ മോനെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കാരണം ഓൻ അങ്ങനെ നിൽക്കണണ്ടിട്ടേ മറ്റോനും വന്ന് ചോദിക്കാൻ തുടങ്ങി ചെന്താ ഇവിടെ അതുകൊണ്ട് വേറെന്തോ ചോദിച്ചതാട്ടോ വേറെന്തോ ചോദിച്ചല്ലേ
നിങ്ങൾ ഏശനഞ്ചന്മാരാ? അഞ്ജന അല്ല, ആ വന്ന മോനെ അഞ്ജന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓനെങ്ങനെ നിൽക്കണുണ്ടപ്പോളേ അങ്ങനത്തെ വേണം ഞാൻ തരാതിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടോ? കുട്ടി ചെറിയ മക്കളല്ലേ, നിഷ്കളങ്കരായിരിക്കും. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾ നല്ല പൈസ കൊടുക്കണം. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനത്തെ കണ്ടാ പിന്നെ മനുഷ്യന്മാരെന്താ വെച്ചാല് പോക്കറ്റിന്റെ അടിയാ തരാ. വേറെ ചായകൾ പേഴ്സ് ആണെങ്കിൽ തന്നെ പേഴ്സ് ഇങ്ങനെ തുറന്നിട്ട് ഇതില് പണ്ടങ്ങാനിട്ട് ₹1 ₹2 കണ്ടോന്നാണ് നോക്കുക. ഇത് അതിനുള്ളതല്ലേ? ഇതിൽ നമ്മൾ എന്തിട്ടാലും അള്ളാഹുവിന്റെ കയ്യിൽ അത് വീണതെന്ന്. ഒരാൾ സ്വതക്ക ചെയ്താൽ പേരെന്താ? സിനാൻ മോനാണ് ഇതുമായിട്ട് വരുന്നെങ്കിലും ശരി, സിനാനല്ല നമ്മളിത് കൊടുക്കണേ. ഇത് ബക്കറ്റിലാണ് വീണോട് കൂടെ അള്ളാഹുവിന്റെ കയ്യിലാ വീഴുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. ഇന്നലെ മോനെ പോയെ, ഇന്നലെ ചില്ലറ വീണിന്നു. അവൻ വളവനാണല്ലോ, അവൻ മണ്ടില്ല കേട്ടോ. ഓൻ നിങ്ങളെ നാടിനോട് വലിയ കൂറുള്ളവനാ. ഇത്ര വയസ്സോ ചെറിയ വയസ്സാണ്. തൻ്റെ ഇടമുള്ളതാണോ അമ്മതാജി? അവൻ മണ്ടില്ലല്ലോ. അപ്പോ ഇത് ₹10 ഇടാനുള്ളതുമല്ല. ₹10 ഒരു അസൽ ചായ കിട്ടുമോ? വെള്ളം കൂടുതലുള്ള ചായ കിട്ടുക. പണ്ടൊരു യാചകൻ വന്നപ്പോ ഒരു മുതലാളി ഇങ്ങനെ ₹10 എടുത്തെടുത്തു. ഇയാള് ആ യാചകൻ ആ ₹10 കോയിന് വാങ്ങിയിട്ട് എന്തടോ എന്താ ₹10 ചായയും കടിയും കിട്ടൂല ആചാര്യൻ. ശരിയാണ്, ചായ കിട്ടൂല. എന്ത് കിട്ടൂല? കടിയിട്ടൂല. ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ ഞാൻ ഇല്ലാത്ത സമയത്താണ് ഞാൻ വന്നപ്പോ ഭാര്യ പറയാം എന്നോട്, ഇവിടെ ഏതോ ഒരു പെണ്ണുങ്ങൾ എന്തോ പൈസ വെച്ച് വന്നിരുന്നു. ഞാൻ ₹50 കൊടുത്തിട്ട് വാങ്ങിയില്ല. എന്നിട്ടോ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു. അപ്പൊ എന്നോട് ഞാൻ ₹100 കൊടുത്തു. ₹100 കൊടുത്തപ്പോ തന്നെ ഒരു മുഖം ഒരു ചൊങ്കില്ലാതെ വാങ്ങിപ്പോയത്. നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കുക, സ്വർഗം കിട്ടാൻ ₹10, സ്വർഗം കിട്ടാൻ ₹5, സ്വർഗം കിട്ടാൻ ₹20. ഈ തീക്കുണ്ടിയിൽ 1 സെന്റ് സ്ഥലം കിട്ടുമോ? അവിടെ കിട്ടും. നിട്ടൂര് ₹20 20,000 കിട്ടുമോ? എന്നിട്ടല്ലേ അവങ്ങളെല്ലാരും അത്യാവശ്യം മാന്യമായ രീതിയിൽ എല്ലാവരും കൈകാര്യം ചെയ്യും. ഉമ്മമാർക്കൊക്കെ നല്ല സുഖം. എന്താണെങ്കിൽ രഹസ്യമായി സ്വതക്ക ചെയ്യാൻ പറ്റുന്ന നല്ല അവസരം അത്. നിങ്ങളെ കയ്യിലെ മോതിരൊക്കെ ഊതിയിട്ട് ഇങ്ങനെ ഇട്ടാൽ അടുത്തുള്ള ആൾക്ക് തോന്നാ ഓള് ₹5 കോയിനാട്ട്. അള്ളാന്റെ അടുത്ത് നമ്മൾ ചെയ്തത് ആരും അറിയാത്ത രഹസ്യ സ്വതക്കയാവും. ഒക്കെ ചെയ്യാൻ അതിനൊക്കെ ഞാൻ ഇതിൻ്റെ അടുത്ത് തളിപ്പറമ്പിൽ ഇപ്പം അടുത്തൊരു വേദനയായി പോയി. സംഘാടകർ അത്ഭുതപ്പെട്ടു പോയി. ബക്കറ്റ് വന്നപ്പോൾ അതിൽ കുറേ മോതിരം. ഇത് സെക്രട്ടറി ആദ്യം എത്തിയപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിയപ്പോൾ കുറെ ഒന്ന് കണ്ടപ്പോൾ ഇത് കോയിനാന്നൊക്കെ ഇരുന്നു. നമുക്ക് കോയിനല്ല, മോതിര. ഒക്കെ ചെയ്യാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഉദ്ഘാടനം ചെയ്യാം ഇൻഷാ അള്ളാഹ്. നമുക്ക് ഈ പരിപാടി മദ്രസയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാന്ന് കരുതി നടത്തിയ പരിപാടി അവസാനം മൈക്കിന്റെ പൈസയും കൂടി നഷ്ടത്തിലായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നന്നായി ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ മാത്രമല്ല 2024 ആകുമ്പോൾ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല. നമ്മളെ ആധാരങ്ങളൊക്കെ നമ്മളെ പേരിൽ തന്നെ ഉണ്ടാവോ ഒന്നും അറിയില്ല. വേഗം കൊടുത്താൽ നമ്മളെ അക്കൗണ്ടില്ല. ആർക്കും കൊണ്ടാൻ കഴിയാത്ത അക്കൗണ്ടാണ് ആഖിറത്തിലെ അക്കൗണ്ട്. അതുകൊണ്ട് നമ്മൾ വേണം കൊടുത്താല് അവിടേക്ക് അത് ഉറപ്പാവും. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി വരും. അല്ലാഹു കാക്കട്ടെ. സമാധാനം നീ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പറയാ, അല്ലാഹു തആല ഇപ്പോൾ തന്നിരിക്കുന്ന ഈ അനുഗ്രഹ കാലഘട്ടമില്ലേ, റബ്ബിനായി ഉപയോഗപ്പെടുത്തണേ എന്ന്. എന്താ അതേപോലുള്ള കാലം അതിന്റെ ശേഷം കിട്ടൂല. 30 to 60 വരെ ആയുസ് കൊടുത്തതാരാ? നിങ്ങൾ മിണ്ടില്ല, നിങ്ങൾ മറന്ന്. 30 to 60 വരെ ആയുസ് കൊടുത്തതാരാ? കഴുതയാൻ. 30 to 60 വരെ കഴുത കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? 30 വയസ്സിന്റെ മേലെ വല്ല മനുഷ്യനും ജീവിക്കണം. ഓന്റെ കഥ കഴുതന്റെ മൈരിയാണ്. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ അവസ്ഥയിലാണ്. ഇതാ കഴുതന്റെ മൈരിയെന്ന് പറഞ്ഞാൽ 26-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു.
26 കല്യാണം കഴിഞ്ഞു. 28ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടാവും. മതാജി കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രി തന്നെ പല ചെറുപ്പക്കാരി കൂട്ടി കല്യാണം കഴിഞ്ഞ പെണ്ണും മോനും ഒക്കെ സംസാരപ്പം എന്താ അറിയോ, 5 കൊല്ലത്തിന് മുണ്ടിപ്പോയിരുന്നു. അതാ കാലം. ചിലപ്പോ അള്ളാഹു തആല തീരുമാനിക്കും എന്താ അറിയോ, കാലാകാലം നിങ്ങൾക്ക് വേണ്ട. പിന്നെ കരഞ്ഞ് നടക്കല. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരനോട് പറയാ, കല്യാണം കഴിഞ്ഞ 6-ാം മാസം ഭാര്യ ഗർഭിണിയായി. ഇവൻ പറഞ്ഞു അബോർഷൻ ചെയ്യണം, അബോർഷൻ ചെയ്യിപ്പിച്ചു ഞാൻ. കുട്ടിയപ്പ വേണ്ടാന്ന്, ഇത് ശല്യാവൂ. കാരണം ഞങ്ങള് ബോംബെ, ഡൽഹി ഇതൊക്കെ ടൂറൊക്കെ ഒന്ന് പോയി ഈ ഈ കുടുംബജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്ന് കരുതിയതാണ്. അപ്പോൾ അതെങ്ങനെ ഗർഭിണിയായി പോയത്, അതുകൊണ്ട് കൊണ്ടുപോയി അബോർഷൻ ചെയ്തു. പിന്നെ പറഞ്ഞാൽ തരങ്ങള് ഉള്ള മക്കാമിൽ മുഴുവൻ പോയിട്ട് കരയല, ഉള്ള ദുആന്റെ സദസ്സിൽ മുഴുവൻ പോയി കരയല. അല്ലാഹു തആല പിന്നീട് പരീക്ഷിച്ചു. 12 കൊല്ലം റബ്ബ് കുട്ടികളെ കൊടുത്തില്ല. അല്ലാഹു തആല 12 കൊല്ലവും മക്കളെ കൊടുത്തില്ല. കരഞ്ഞവന്റെ തൗബ റബ്ബ് സ്വീകരിച്ചതുണ്ടാവും. 12ാമത്തെ കൊല്ലം പിന്നെ കുട്ടി ഉണ്ടായത്. എന്നിട്ടോ പിന്നെ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇനി മേലാൽ ഞാൻ ആ പണി ചെയ്യൂല. ഇനി മേലാൽ 26ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 30-ൽ കുട്ടി 1, 32-ൽ 2, 34-ൽ 3, 36-ൽ 4, 38-ൽ 5. 5 ഉണ്ടോ? 5 കുട്ടികളൊക്കെ ഉണ്ടപ്പോഴത്തെ കുട്ടിയൊക്കെ 4-ഓ 3-ഓ ഒക്കെ കുട്ടികളായി. 30 to 60 വരെയുള്ള സ്ഥിതി എന്താ അറിയ മനുഷ്യന്റെ? ഭാര്യ, മക്കൾ, അവരുടെ ഭക്ഷണം, വസ്ത്രം, പഠനം, അവരുടെ വിവാഹം, ഇങ്ങനെ കുട്ടികളും കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം ഭാരങ്ങളേറ്റി യാത്ര ചെയ്യുന്ന കഴുതയെ പോലെയാണ് മനുഷ്യൻ. കഴുതന്റെ മേലെ എത്ര ഭാരം എടുത്തു വെച്ചു കൊടുത്തൊക്കെയാണ് മൂപ്പര് പറയില്ല, സ്റ്റോപ്പ് എന്ന് പറയില്ല. മൂപ്പരതെല്ലാം ഏറ്റിങ്ങനെ യാത്രയാവും. അതേപോലെ ഒരുപാട് ഭാരങ്ങളാ മനുഷ്യൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, 46-ാമത്തെ വയസ്സിൽ, 52-ാമത്തെ വയസ്സിൽ, 23-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കഴിയുന്ന പോലെ ഖുശൂഅോടെ 53-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കഴിയില്ല. ഇവന് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി കുറ്റ്യാടി പള്ളിയിൽ കയറിയതാ. കുറ്റ്യാടി പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടിയോ നിന്ന്, നിസ്കരിക്കാൻ വേണ്ടി അവനെങ്ങനെ നിന്ന് 2-ാമത്തെ റക്അത്തായപ്പോഴാ അവന് ഓർമ്മയായത്, പഠിച്ചോനെ അമ്മദാജിനോട് എന്റെ മകളുടെ കല്യാണത്തിന് വാങ്ങിയ 2 ലക്ഷം റുപ്യ വായ്പ വാങ്ങിയത് കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റ് ഇന്നല്ലേ. അമ്മദാജി സാധാരണ ഈ പള്ളിയിൽ നിസ്കരിക്കാണ്ടാവുമല്ലോ. പിന്നെ 2-ാം റക്അത്ത് മുതൽ ഓന്റെ ഫാത്തിഹ ഒന്നും സ്റ്റേഷനില്ലാത്ത ഫാത്തിഹ, സൂറത്തൊന്നും എന്താ ഓന്റെ അങ്ങനെ ഓതുണ്ടോ? അൽഹംദുലില്ലാ. പഠിച്ചോനെ അമ്മദാജി ബേക്കലുണ്ടോ? റഹ്മാനിർ റഹീം അമ്മദാജിനെ കാണുന്നുണ്ടോ? മാലിക് യൗമിദ്ദീൻ. ഞാനതാ പറഞ്ഞത് 30 to 60 വരെ ഭാരങ്ങളേറ്റി യാത്ര ചെയ്യുന്ന കഴുതയെ പോലെയാണ് മനുഷ്യനെന്ന്. ഭാരങ്ങളാണ്. ഖുശൂ കിട്ടൂല. എല്ലാവർക്കും ഖുശൂഅോടെ നിസ്കരിക്കാൻ വലിയ പ്രയാസാണ്. അത്ര വലിയ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിനെ മതിക്കുന്നത്. 30 to 60 വരെ കഴുത കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ ഏതാ? ഇനി 60 to 80 വരെ ആയുസ് കൊടുത്തതാരാ? 60 to 80 വരെ കൊടുത്തതാരാ? നായ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? 60 വയസ്സിന്റെ മേലെ ജീവിക്കാൻ വലിയ മനുഷ്യന്മാർക്കും അവസരം ഉണ്ടായ അധിക ആളുകളുടെയും അവസ്ഥ നായന്റെ അവസ്ഥ. എന്താ നായന്റെ അവസ്ഥ? നായയാണ് മനുഷ്യൻ കാവല് കടത്താൻ വേണ്ടി ഉപയോഗിക്കുക. വീടിന്റെ കാവൽ, കൃഷിക്ക് കാവൽ. ഈ സദസ്സിലുണ്ടാവും ചില സഹോദരിമാരും പെണ്ണുങ്ങളൊക്കെ. എന്താ വീട്ടിലുണ്ട് വാപ്പ, വയസ്സായ വാപ്പ വയലെടുക്കാണ്. അപ്പൊ വാപ്പേ, നമ്മള് വയലിന് പോവാണ്, വാപ്പക്ക് വരാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് വാപ്പ മൂത്ത മോള്, ഉപ്പാ എന്റെ ചെയിന് ഞാൻ മേശന്റെ അകത്ത് വെക്കാണ്. മറ്റോള്, ഉപ്പാ ഞാൻ വള മറ്റോടത്ത് വെച്ചണേ. വാപ്പേ, 3-മത്തോള് ഉറങ്ങി പോരുതേ, ശ്രദ്ധിക്കണേ, പൊന്നുണ്ട്, കള്ളന്മാര് വരെ. അപ്പൊ വാപ്പ, ആ മക്കളെ നിങ്ങൾ പോയി പോരി, പണ്ട് വാതിന്റെ കൺവീനറൊക്കെ ഞാനേന്നു, ഇപ്പൊ എന്ത് ചെയ്യാൻ? അങ്ങനെ കുട്ടിക്ക് കാവല് കിടക്കാണ്, വീടിന്റെ കാവലാണ്. ചില ആളുകളാണെങ്കിലോ ഓൾക്ക് രാത്രി, ചില ആളുകൾക്ക് ചുമയുണ്ടാവും. ഈ ചെറുപ്പത്തിലൊക്കെ നല്ല വലിച്ച ആളുകളാണെങ്കിലും ഒരു 60, 70, 65 ഒക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ചുമ വരാൻ തുടങ്ങും. അപ്പോൾ ഒരു ചുമയുണ്ട്.
രാത്രി 2 മണി 12 മണി സമയത്ത് പണ്ട് അമ്മോഷൻ ഇങ്ങനെ കുരച്ചപ്പോഴാണ് കല്യാണം കഴിഞ്ഞ ഭർത്താവ് പുതിയാപ്പള ഓളോട് പറഞ്ഞത്, പിന്നെ ഒന്നുകിൽ എൻ്റെ വാപ്പ ഇവിടുന്ന് പോവാ അല്ലെങ്കിൽ ജിന്റെ കൂടെ എൻ്റെ അടുക്ക് പോരാ, രണ്ടും കൂടി നടക്കൂല. ഉറങ്ങാൻ പറ്റില്ല ഈ നാട്ടിൽ, ഇവിടെ ഉറങ്ങാൻ പറ്റില്ല ചുമച്ചിട്ട്. അപ്പൊ 60 to 80 വരെ നായയാണ് ആയുസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നായയെ പോലെ കാവൽ കിടക്കുകയാണ്. ഞാൻ ഇത് പറയുന്ന സമയത്ത് ഓർത്തു പോകുന്നതേ, ഞാൻ സ്ഥിരമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കാണാത്ത ഒരാളെ, എന്റെ തൊട്ടടുത്ത പള്ളിയിൽ അയാൾ നിസ്കരിക്കുക, ആ ആളെ സ്ഥിരമായി ഈ പള്ളിയിൽ കണ്ടപ്പോൾ ഞാൻ ഒരു ദിവസം കുറേ ദിവസം കണ്ടപ്പോൾ ഞാൻ സലാം ചൊല്ലിയിട്ട് ചോദിച്ചു, അല്ല പിന്നെ അമ്പായിക്ക എന്താ ഇവിടെ എന്ന് ചോദിച്ചു. സാധാരണ ഇവിടെ ഉണ്ടായില്ല, കുറേ ദിവസമായില്ലേ ഈ പള്ളിയിൽ. അപ്പൊ ഇയാൾ എന്നോട് പറയാട്ടോ, ഇയാൾ പറഞ്ഞ വാക്ക് അതേ വാക്കാ എന്നോട് പറഞ്ഞു. സാർ നിങ്ങൾക്കറിയില്ലേ, ഈ പള്ളിന്റെ തൊട്ടടുത്തുള്ള ആ വീടില്ലേ, ആ വീട് എൻ്റെ മൂത്ത മകളുടെ വീടാണ്. അപ്പൊ ഞാന് ആ പുതിയാപ്പള ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, പുതിയാപ്പള ഇപ്പൊ ഗൾഫിക്ക് പോയപ്പോ ഞാൻ ആ വീട്ടിൽ കാവല് കിടക്കാൻ വന്നതാണ് ഇയാള് പറയാം. അപ്പൊ എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ മറ്റോടത്തും കാവല് കിടക്കാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ അധികം മനുഷ്യ പരിസ്ഥിതി അതാണ്. ഇവിടെ ഞാൻ കാവലാണ്, മറ്റോടത്ത് ഭാര്യ കാവലാണ്. 60 കഴിഞ്ഞാൽ ആർക്കും വേണ്ട, നമ്മളെ മക്കൾക്ക് പോലും വേണ്ട. 60 to 80 വരെ മനുഷ്യനായുസ് കൊടുത്തത് നായയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥത 80 to 90 വരെ കൊടുത്തത് കുരങ്ങാന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രായാധിക്യമാകുന്ന സമയത്ത് വരുന്ന ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? മൂത്ത മകന്റെ വീട്ടിൽ ഒരു 5 ദിവസം പോയി നിൽക്കണം, രണ്ടാമത്തവന്റെ അടുത്ത് ഒരു 10 ദിവസം നിൽക്കണം, മൂന്നാമത്തെ മകരുടെ അടുത്ത് ഒരു 2 ആഴ്ച നിൽക്കണം, നാലാമത്തവന്റെ അടുത്ത് വാപ്പ പോല, വാപ്പിയോനും തമ്മിൽ ചെറിയ പ്രശ്നമാണ്, അഞ്ചാമത്തവന്റെ അടുത്ത് പോയിട്ട് ഒരു 12 ദിവസം നിൽക്കണം. പാർക്കാൻ പോവാന്നുള്ളൊരു പൂതി ഉണ്ടാവും. അതാണ് കുരങ്ങ്. ഒരു ചില്ലി മറ്റേ ചില്ലി, അവിടുന്ന് മറ്റെടുത്ത്, അവിടുന്ന് ഈ മരത്ത് വെക്കും, അവിടുന്ന് ഇങ്ങോട്ട്. അതാണല്ലോ കുരങ്ങന്റെ സ്വഭാവം. 80 to 90 വരെ കുരങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. അങ്ങനെ ആദ്യത്തെ മൂത്ത മകന്റെ അടുത്ത് താമസിക്കാൻ വേണ്ടി പോയതാണ്. 5 ദിവസം 6 ദിവസം മോന്റെ അടുത്ത് നിൽക്കണമെന്ന് കരുതി പോയ വാപ്പ ആദ്യ രാത്രി തന്നെ അറിയാതെ മൂത്രമൊഴിച്ചു പോയി. മനുഷ്യന്മാര് ശരി, വല്ല മനുഷ്യനും നമ്മൾ സെട്ടിപ്പിൽ ദീർഘായുസ് കൊടുത്താൽ അവനെ നമ്മൾ സെട്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരും. വല്ലാത്തൊരായത്താണ്. ഏതെങ്കിലും മനുഷ്യന് നമ്മൾ ദീർഘായുസ് കൊടുത്താൽ സെട്ടിപ്പിൽ ഞാൻ അവരെ തലതിരിക്കും എന്ന് പറഞ്ഞാൽ 80 വയസ്സായ ആരുടെ അവസ്ഥ? 3 വയസ്സായ കുട്ടിയെ പോലെ. 90 വയസ്സായ ആരുടെ അവസ്ഥ? 2 വയസ്സായ കുട്ടിയെ പോലെ. 100 വയസ്സായ ആരുടെ അവസ്ഥ? 1 വയസ്സായ കുട്ടിയെ പോലെ. 110 വയസ്സായ ആരുടെ അവസ്ഥ? 6 മാസം പ്രായമായ കുട്ടിയെ പോലെ. അപ്പൊ പിന്നെന്താ? വെള്ളം ഇങ്ങനെ ചുണ്ടിൽ ഇഷ്ടിച്ചു കൊടുക്കല, അങ്ങനല്ലേ? പാല് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കൊടുക്കലല്ലേ 6 മാസമായ കുട്ടിക്ക്? അതേപോലെ വെള്ളം ഇങ്ങനെ ചുണ്ടിൽ ഇഷ്ടിച്ചു കൊടുക്കാം. അതേപോലെ ചെറിയ മക്കൾ അറിയാതെ മൂത്രമൊഴിക്കും. 90 വയസ്സ് 100 വയസ്സ് 80 വയസ്സൊക്കെ ആയാൽ അറിയാതെ മൂത്രം പോകും. വാപ്പ വീട്ടിൽ ചെന്നിട്ട് ആ സന്തോഷത്തിൽ ചെന്ന് നിന്നതാ. മോന്റെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല, കാരണം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്താ. നിങ്ങളെ നന്ദന നോക്കാനാ എന്റെ വാപ്പ അങ്ങ് കെട്ടിച്ചെന്ന്. ഇങ്ങനെ ഒരു സുഖമൊന്നുമില്ല. പിന്നെ വാപ്പനോട് പോകുമ്പോ പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ മനമില്ല മനസ്സോടെ സ്വീകരിച്ചതാണ്. രാത്രി ഇയാളെ കടന്നുറങ്ങി പറയാതെ മൂത്രമൊഴിച്ചു പോയി. രാവിലെ എഴുന്നേറ്റപ്പോ വീട്ടിന്റെ അകത്ത് നിന്ന് ശബ്ദകോലാഹലം. ഓള് പറയാ, നിങ്ങളെ തന്തന്റെ മൂത്രം തീട്ടൊന്നും വൃത്തിയാക്കാനല്ല എന്റെ വാപ്പങ്ങൾക്ക് എന്നെ കല്യാണം ചെയ്തെന്ന്. ഇയാൾ വല്ലാതെ പ്രയാസത്തിലായി. ഇയാളെ വാപ്പനോട് പറയാം, വാപ്പേ തിരുവനന്തപുരത്തുനിന്ന് അർജന്റായി പോകാനുണ്ട്, അതുകൊണ്ട് വാപ്പ ഒന്ന് തൽക്കാലം കുഞ്ഞോന്റെ വീട്ടിൽ പോയി നിൽക്കണം, ഞാൻ പോയി വന്നിട്ട് വിളിക്കാം. 6 ദിവസം എന്റെ പൊന്നമോന്റെ അടുത്ത് പോയി നിൽക്കണോന്ന് ആഗ്രഹിച്ച വാപ്പേ ഒരൊറ്റ രാവ് കൊണ്ട് തന്നെ കൈയൊഴിയ. എന്റെ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുള്ള അവസ്ഥ പറയാം. ആർക്കും വേണ്ടാതെ ആവുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു കുടുംബത്തിലെ ഉമ്മയുടെ കാര്യത്തിൽ ഒരു മധ്യസ്ഥത്തിനിരുന്നു. എന്താ അറിയോ? മധ്യസ്ഥന് 5 കുട്ടികളുണ്ട്. ഉമ്മാനെ നോക്കാൻ ആരും തയ്യാറില്ല. എന്താ? അമ്മക്ക് വയസ്സായി, ചെന്നിയ അവിടെ ഇവിടെയൊക്കെ തുപ്പും, അറിയാതെ മൂത്രം പോവും. അവസാനം ഈ മധ്യസ്ഥത്തിന് ഇരുന്നപ്പോ എല്ലാരും കൂടി പറയാം, ഉസ്താദേ ഉമ്മാനെ നോക്കാന്നുള്ള ഞങ്ങൾക്ക് ബാധ്യതയില്ല. സ്വത്ത് എഴുതി കൊടുക്കണ സമയത്ത് 5 സെന്റ് ഞങ്ങൾ അധികം ചെറിയ മോക്ക് എഴുതി കൊടുത്തത് ഉമ്മാനെ നോക്കാന്നുള്ള കരാറിലാണ്. ഓള് നോക്കണോന്ന്
ഞാൻ അവരോട് ചോദിച്ചു, 5 സെന്റും ഉമ്മയും തമ്മിൽ നിങ്ങളും ഉമ്മയും തമ്മിലുള്ള ബന്ധം 5 സെന്റിന്റെ ബന്ധമാണോ എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നുപോയി. പ്രിയമുള്ളവരെ, ആർക്കും വേണ്ടാത്ത കാലമാണത്. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ കൂടെ കടന്നു പോകുന്ന ഓരോ സെക്കൻഡുകളും തിരിച്ചു കിട്ടാത്ത സെക്കൻഡുകളാണ്. ഇനി 90 വയസ്സിന് മീതെ വല്ല മനുഷ്യനും ജീവിക്കാൻ അവസ്ഥ ഉണ്ടായാലോ, ആ അവസ്ഥ എന്താ പറയുക? കൂമന്റെ അവസ്ഥയുമായി. എന്താ കൂമന്റെ അവസ്ഥ? ഉപ്പാ ചായ കുടിച്ചോ? ഉപ്പാ മരുന്ന് കഴിച്ചിരുന്നോ? കഴിച്ചിട്ടില്ലേ? ഉപ്പാ കുറെ സമയായില്ലേ വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ചെരിഞ്ഞു കിടക്കുന്നു, ഇനി ഇടത്തോട്ട് മാറി കിടക്കണോ? മൂപ്പർക്ക് എന്തായാലും തിരക്കടില്ല. ഒരു ശബ്ദം 90 120 വരെ കൂമനാണ് ആയുസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ കൂമന്റെ അവസ്ഥയാ 90 കഴിഞ്ഞ മനുഷ്യന്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാദിറു ബിൽ അമാലി സബഅ, 7 കാര്യം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ്, 7ൽ ഒരു കാര്യം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ്, 7 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അമൽ ചെയ്ത് സ്വർഗം നേടണേ. ബാദിറു ബിൽ അമാലി സബഅ ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. ഒന്നുകിൽ നിങ്ങളെ പിടിവിടാനിരിക്കുന്നത് അല്ലാഹുവിനെ പോലും മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം. ചില ആളുകൾ ബിസിനസ് കൊണ്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഭൂമി മറിച്ച് അപ്പുറത്ത് മറിച്ച് അവിടുന്ന് മറിച്ചിട്ട് 2 കൊല്ലം കൊണ്ട് ആ നാട്ടിലെ കോടീശ്വരനാ. എന്നാൽ 6ാമത്തെ കൊല്ലം ആ നാട്ടിലെ ഏറ്റവും വലിയ പാപ്പരനാണ്. ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം നിങ്ങളെ പിടികൂടുന്നത്. പറയാൻ പറ്റൂലല്ലോ, നിങ്ങളെ ദാരിദ്ര്യം പിടികൂടിയേക്കാം. ഞാൻ ഓർത്തു പോവാണ്. ഞാൻ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരൊറ്റ ജമാഅത്തിന് ഞാൻ പള്ളിയിൽ പോകില്ല വെള്ളിയാഴ്ച അല്ലാതെ. അതെന്നെ എൻ്റെ നാട്ടിലും ഞാൻ പോകാറില്ല. ഞാൻ മറ്റു ദൂരത്തുള്ള പള്ളികളിലാണ് പോകാറുള്ളത്. എന്താ വിഷയം എന്നറിയോ? ഇയാളെ നാട്ടിലെ വലിയ അഭിമാനമുള്ള മനുഷ്യനായിരുന്നു, നല്ല പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പികയുടെ കടക്കാരനാണ്. ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. എന്നിട്ടവൻ പറയാണ്, ഒരു കാറിന്റെ ഘട്ടം ചെലവഴിച്ചാലോ എന്ന് ഞാൻ എത്രയോ തവണ ചിന്തിച്ചു. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ പിടിച്ചു നിൽക്കാ. നിങ്ങൾ അല്ലാഹുവിനെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് മുമ്പ് നിങ്ങൾ അമൽ ചെയ്ത് സ്വർഗം വാങ്ങണേ. ഇനി ദാരിദ്ര്യമല്ല നിങ്ങളെ പിടികൂടിയത് എന്ന് വെക്കുക. അല്ലാഹുവിനെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാമ്പത്തികമാകാം ഒരുപക്ഷേ നിങ്ങളെ പിടികൂടുന്നത്. ചില ആളുകളുടെ കയ്യിൽ പൈസ വരുമ്പോഴാ ഓൾക്ക് വേണ്ടാത്ത തമ്മാടിത്തരൊക്കെ തോന്നും. പൈസ കണ്ടുണ്ടാകുമ്പോൾ തോന്നും മോന്റെ കല്യാണത്തിന് റമ്മി ടോമിയെ വിളിച്ചാൽ തിരക്കടില്ല. പൈസ ഉണ്ടാകുമ്പോൾ അവന് തോന്നും കല്യാണത്തിന് എല്ലാം ബുഫേ ആയിട്ട് അല്ലേ, മീനൊക്കെ അങ്ങനെ തോണിയിൽ തന്നെ കൊടുന്ന് വെച്ചിട്ട്, ബോട്ടില് മീൻ ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ അതിന്റെ അടിയിൽ ഒരു ഹമീദ് ഖാന്റെ ചായക്കടി, അതിന്റെ ഇടക്ക് ഒരു ഹമീദ് ഖാന്റെ ചായക്കട. എന്നിട്ട് അതിൽ എല്ലാവിധ ചായയും, പച്ച ചായ, ചുവപ്പ് ചായ, മഞ്ഞ ചായ, പിന്നെന്തൊക്കെ ചായ അല്ലേ, എന്തൊക്കെ ചായ മതാജി, ഏലക്ക, എല്ലാ ഐറ്റംസ് ചായ അതിലെല്ലാം. പിന്നെ ബിരിയാണി, പോത്ത് ബിരിയാണി, ആട് ബിരിയാണി, കാട ബിരിയാണി, ഇങ്ങനെ തുടങ്ങിയിട്ടല്ലോ. അപ്പൊ അവന് കുറച്ച് പൈസ ഉണ്ടായപ്പോ അവന് തോന്നാണ് ഈ നാട്ടിൽ എന്റെ മാതിരി കല്യാണം കഴിക്കാൻ ആർക്കും കഴിയൂലെന്നത് ബോധ്യപ്പെടുത്തിയ തിരക്കടില്ല. അവന്റെ നല്ല ഗാനമേളക്ക് പെൺകുട്ടികളെ കൊണ്ടുവന്ന പാട്ട് പാടിച്ചു. പള്ളിയിലെ ഉസ്താദ് പ്രസംഗിച്ചു, അങ്ങനൊന്നും ചെയ്യരുത്. ആരോ പറയാൻ? പള്ളിയിലെ ഉസ്താദ് പ്രസംഗിച്ചപ്പോ പിന്നെ അടുത്തത് ഇവന്റെ ഭീഷണി എന്താ അറിയോ? പള്ളിന്റെ ഒരു കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട. പള്ളിയിലെ മുസ്ലിയാരെ പുറത്താക്കാതെ പള്ളിയുടെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട.
ധിക്കാരിയായി മാറുന്ന സാമ്പത്തികമാകാം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത്. അല്ലെങ്കിലോ ഔ മറളൻ മുഫ്സിദ, നിങ്ങളെയാകെ തകർത്തിക്കളയുന്ന രോഗമാകാം നിങ്ങളെ പിടികൂടുന്നത്. 26 വയസ്സുവരെ ഫുട്ബോൾ കളിച്ചു നടന്നതാണ്, 27ാമത്തെ വയസ്സിലാ ക്യാൻസർ രോഗിയായി മാറുന്നത്. ഒരൊറ്റ ഭക്ത നിസ്കരിക്കാനോ സമയം കിട്ടിയിട്ടില്ല. ക്ലബിന് വേണ്ടി പണിയെടുക്കണ പണിയായിരുന്നു, അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല പണി. ഞാൻ ഇങ്ങനെ ഓർക്ക, വേൾഡ് കപ്പിന്റെ സമയത്ത് കുറെ ചെറുപ്പക്കാരുണ്ട് രാത്രി 2 മണിക്ക് ഇങ്ങനെ പോണ്ടല്ലോ, വലിയൊരു ബോർഡ് താങ്ങി പിടിച്ചിട്ട്. അപ്പൊ ഞാൻ കരുതിയത് വല്ല പാർട്ടി സമ്മേളനത്തിന് ബോർഡാവുന്ന. ഞാനിന്നിങ്ങനെ എത്തി നോക്കുമ്പോൾ അതിൽ ഞാൻ കണ്ടത് റൊണാൾഡോയുടെ ഫോട്ടോ. അപ്പൊ റൊണാൾഡോയുടെ വലിയ കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് 12 ചെറുപ്പക്കാരത് തോളിൽ ഇങ്ങനെ ചുമന്നിട്ട് പോവാ. അയ്യോ ഫായിദ, അയ്യോ ഫായിദ, ഫായിദ. ഈ ചങ്ങായി അറിയാണെങ്കിൽ തിരക്കടില്ല, ചിലപ്പോ റൊണാൾഡോ അറിഞ്ഞ ഒരു 10 രൂപയെങ്കിലും കൊടുത്താലൊരു കാര്യമുണ്ടല്ലോ. അയ്യോ ഫായിദ. അല്ലാഹു തആല തന്ന ആരോഗ്യം നമ്മൾ വിനിയോഗിക്കുന്നത് എന്തിലാവണം? അല്ലാഹുവിന്റെ തൃപ്തിയിലാകണോ? ഔവിനൻ മുദ്ഗിയാഉ മറളൻ മുഫ്സിദാ. ചെറുപ്പക്കാരെ, നന്നാവാന്ന് വിചാരിച്ചു പോകുമ്പോഴാവും പെട്ടെന്ന് നമ്മൾ മാറാ രോഗത്തിന് അടിമപ്പെടുന്നത്. അല്ലെങ്കിൽ ആ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. മരണം പെട്ടെന്നാവാം നമ്മളെ പിടികൂടുന്നത്. ഔ ഹറമൻ മുഫന്നിദാ. ഇനി പറഞ്ഞതൊന്നും ഉണ്ടായില്ല നോക്ക, എന്നാ പിന്നെ വരാൻ പോണത് എന്താ? പിച്ചും പഴിയും പറയുന്ന വാർദ്ധക്യം. പിച്ചും പഴിയും പറയുന്ന അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അത്തഹിയാത്ത് ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതണം. വാപ്പ ഊതെടുക്കാണ്, പ്രായമായ അങ്ങനെയുള്ള അവസ്ഥയെ. വാപ്പ ഊതെടുത്തിട്ട് മുൻകൈ കഴുകിയിട്ട് പിന്നെ നേരെ കൈയ്യണ്, മുട്ട് 2 കഴിഞ്ഞ് മുട്ട് ഉൾപ്പെടെ. അങ്ങനല്ല വാപ്പേ, ജിന്നെ പഠിപ്പിക്കണടാ. ഔ ഹറമൻ മുഫന്നിദാ. പിച്ചയും പഴിയും പറയുന്ന വാർദ്ധക്യമാകാം നിങ്ങളെ പിടികൂടുന്നത്. അല്ലെങ്കിലോ അല്ലെങ്കിൽ ദജ്ജാലിനെ കണ്ടുമുട്ടാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായേക്കാം. പ്രതീക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയ നാശമാണവൻ. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെയാകാം നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഖിയാമത്ത് നാളിന്റെ അവസ്ഥ വളരെ ഭീകരമാണ്. ഇതൊക്കെയാണ് ജീവിതം. അതുകൊണ്ട് പുണ്യനബി പറയാൻ കിട്ടിയ അവസരം നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹർറഹീമീനായ റബ്ബേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഏറ്റവും നല്ല ചില അവസരം നമ്മളിലൂടെ കടന്നു പോണതിൽ ഒന്നാണ് റജബ് അല്ലേ? മാർച്ച് 1 റജബ് 27 പകലാണല്ലോ. നോമ്പ് സുന്നത്തുണ്ട്. റജബിൽ തന്നെ ഫുള്ളും നോമ്പൊൽക്കൽ സുന്നത്തുണ്ട്. ഇനി കടന്നു വരുന്നത് ശഅബാന. ശഅബാന്റെ അവസ്ഥ എന്താ? ചില ആളുകൾ പറയാം റമദാന്റെ തലേന്ന് വേണം തൗബ ചെയ്യാൻ. അല്ല, തൗബ തന്നെ, നന്നാവൽ ഇന്ന് തന്നെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ ദീർഘമായി സംസാരിക്കുന്നില്ലെന്ന്. ഞാൻ എന്റെ സംസാരം തുടങ്ങിയിട്ട് 2 മണിക്കൂറിനോട് എടുക്കാൻ പോവുകയല്ലേ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം പിരിയണമല്ലാ. ഈ സദസ്സ് നീ ദുആക്കുത്തരമുള്ള സദസ്സാക്കണേ റബ്ബേ. പിരിയണമെന്ന് പറയാൻ കാരണം ഒന്നറിയും, നമ്മളിപ്പത് പോയി നിങ്ങൾ ഒരു 5, 10, 15, 20 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തുമല്ലോ. ഞാൻ പിന്നെ യാത്ര ചെയ്തിട്ട് വേണം പോകാൻ. മാത്രമല്ല രാവിലെ നീച്ചിട്ട് പിന്നെ സുബഹി കഴിഞ്ഞിട്ട് ഒരു 6, 10 ആവുമ്പോൾ പിന്നീട് ഒരു 1-2 മണിക്കൂർ വർത്താനം പറയാം. അതുകൊണ്ട് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. തൗബയുടെ സെക്കൻഡുകൾ ഈ സെക്കൻഡുകൾ തന്നെയാണ്. അല്ലാഹു പുറത്തരും. പഠിച്ചോനെ, ഞാൻ നന്നാവും തീരുമാനിക്കാം റബ്ബേ, എൻ്റെ അടുത്തുനിന്ന് വന്നതൊക്കെ പുറത്തരണേ എന്ന് ഖൽബറിഞ്ഞ് പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരും. 1 സെക്കൻഡ് മതി ഒരു മനുഷ്യൻ നന്നാവാൻ. 1 സെക്കൻഡ് മതി ഒരു മനുഷ്യൻ നന്നാവാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്നായി ഒന്ന് തൗബ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാൻ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് അകന്ന ദിവസങ്ങളാവണം. കടന്നു വരാൻ പോകുന്നത് ശഅബാന. ശഅബാനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ശഅബാനു ശഹരി. ശഅബാൻ എന്റെ മാസമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമു ശഅബാന കുല്ല ശഅബാൻ മുഴുവനായും റസൂലുള്ളാഹി നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ശഅബാൻ സ്വഹാബികൾ പറയാണ്, ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി നോമ്പ് നോൽക്കണ്ട. ഞങ്ങൾക്ക് തോന്നാറുണ്ട് റമളാനാണോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കഴിയുന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, കഴിയുന്നവരെല്ലാം നോമ്പ് നോൽക്കണേ, കഴിയുന്ന അത്ര നോൽക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ കടന്നു വരാൻ പോകുന്നത് റമളാന്, പരിശുദ്ധമായ റമളാൻ. അല്ലാഹു തആല ഉമ്മത്തിന് കനിഞ്ഞു നൽകിയ സൗഭാഗ്യമാണ്. റമളാനും നന്നായി ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് അതിനായി ഇപ്പോഴേ നമ്മൾ ഒരുങ്ങണം. റസൂലുള്ളാഹി റജബായ തന്നെ ദ്വാരക്കൽ എങ്ങനെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധ റമളാൻ സ്വാഗതം ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു.